Okay, friends, welcome back. So let's start. എല്ലാവരും റെഡി ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ പേപ്പർ 1 പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എയ്ഫർ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന 3-day മിനി കോഴ്സിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, അപ്പോ എയ്ഫർ എഡ്യൂക്കേഷൻ എന്നുള്ള പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ദീക്ഷ ക്ലാസ് റൂം എന്നായിരിക്കാം നിങ്ങൾ കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷമായിട്ട് നെറ്റ് കോച്ചിങ് മേഖലയിൽ വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ദീക്ഷ ക്ലാസ് റൂം. ഇനിഷ്യലി ദീക്ഷ ക്ലാസ് റൂം ഇപ്പോ എയ്ഫർ എഡ്യൂക്കേഷൻ ആണ്. അപ്പോ എയ്ഫർ ഈ ഒരു ഡിസംബർ 2020 സൈക്കിൾ എക്സാം പ്രിപ്പറേഷന് കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന 3-day മിനി കോഴ്സ് ആണിത്. ഇന്നും നാളെയും മറ്റന്നാളും ആണ് മിനി കോഴ്സ് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഏറ്റവും ലാസ്റ്റ് നടന്ന നെറ്റ് എക്സാം, നമ്മൾ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് എക്സാം 2020 ജൂൺ എക്സാം ആയിരുന്നു. ഡിസംബറിൽ നടക്കേണ്ട ഡിസംബർ സൈക്കിൾ 2020 നടന്നിട്ടില്ല. മെയ്യിൽ ഈ 2021 മെയ്യിൽ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 2020 ഡിസംബർ സൈക്കിൾ പോസ്റ്റ്പോൺ ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമാണ്, ഒരു ബോണസ് ആണ് ശരിക്കും കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഇനി ഈ ഒരു കോവിഡ് സിറ്റുവേഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്തൊന്നും ഒരു പക്ഷേ വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം സമയം നമുക്ക് കിട്ടും. ഇതൊരു ബോണസ് ആയിട്ട് എടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എടുത്ത് എല്ലാവരും ആ ഒരു പ്രിപ്പറേഷൻ മോഡിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത്. ആ ഒരു യാത്രയിൽ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതിൽ എയ്ഫർ എഡ്യൂക്കേഷന് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാം എപ്പോൾ വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തില് എങ്ങനെ നമുക്ക് പേപ്പർ 1 സബ്ജക്ട് വളരെ നന്നായിട്ട് പഠിക്കാം, പേപ്പർ 1 മാക്സിമം എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ 1 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോർമലി എല്ലാവരും വിട്ടുകളയുന്ന, അത് പാടാണെന്ന് പറഞ്ഞ് വിട്ടുകളയുന്ന കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നന്നായിട്ട് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഏറ്റവും നന്നായിട്ട് പേപ്പർ 1 സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ ഈ 3 ദിവസത്തിൽ നമ്മുടെ ഈ മിനി കോഴ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് മാക്സിമം അതിൽ സ്കോർ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടുന്നതായിരിക്കും. ഇതില് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ ഇവിടെ ഏറ്റവും പരിചയസമ്പന്നനായ, ഏറ്റവും യോഗ്യനായ ഒരാൾ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എയ്ഫർ എഡ്യൂക്കേഷന്റെ സിഇഒയും ഫൗണ്ടറുമായിട്ടുള്ള മിസ്റ്റർ അനീസ് പൂവത്തി. ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ അറിയുന്നുണ്ടാവും. ഈ ഒരു ഫീൽഡിൽ വളരെയധികം പരിചയസമ്പന്നനാണ്. സൈക്കോളജി സബ്ജക്റ്റിൽ JRF-ഉം മറ്റ് 3 വിഷയങ്ങളിൽ, കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ടൂറിസം അഡ്മിനിസ്ട്രേഷൻ 3 വിഷയങ്ങളിൽ നെറ്റുമുള്ള ആളാണ് മിസ്റ്റർ അനീസ് പൂവത്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പരിചയം, ഈ ഒരു മേഖലയിലുള്ള കഴിവുകൾ, ഈ 3 ദിവസം അദ്ദേഹത്തിന്റെ നോളജ്, അറിവുകൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ 3 ദിവസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ടത് മിസ്സാവാതെ, ഒരു സെഷനും മിസ്സാവാതെ വളരെ ശ്രദ്ധിച്ച് എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യാം. മാക്സിമം അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസും പ്രിപ്പറേഷന്റെ ഓരോ ടിപ്സും പോയിന്റ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പോ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സെഷൻസ് തുടങ്ങേണ്ടതുണ്ട്. സോ വെൽക്കം അനീസ് സർ. ഐ വെൽക്കം മിസ്റ്റർ അനീസ് പൂവത്തി ടു ഹാൻഡിൽ ദ സെഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഹിബ. സൗണ്ട് ഓഡിബിൾ ആണെന്ന് കരുതുന്നു അല്ലെ? ഞാൻ വിസിബിൾ ആണ് എന്ന് കരുതുന്നു. സോ കുറച്ച് ആളുകൾ ഓഡിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങൾ സൂം ഫസ്റ്റ് ആയിട്ടാണെങ്കിൽ, ഓൾമോസ്റ്റ് ഇപ്പോൾ ആരും അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല. എന്നിരുന്നാലും ഫസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ഓഡിയോ കോൾ ഓവർ ഇന്റർനെറ്റ് ആണ്. ആരോ അത് ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാന് ജോയിൻ ഓഡിയോ കോൾ ഓവർ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞതുപോലും കേൾക്കുന്നുണ്ടാവില്ല അല്ലെ? അതും കേൾക്കുന്നുണ്ടാവില്ല. 1-2 ആള് ചാറ്റ് ബോക്സിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വിൽ ബി ബെറ്റർ. അങ്ങനെ ചെയ്യാവുന്നതാണ്, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. മുമ്പും നമ്മളും പറഞ്ഞിട്ടുണ്ട്. സോ കമ്മിങ് ടു അവർ സെഷൻ, ഹിബ പറയുകയുണ്ടായി, അതായത് നമുക്കറിയുന്ന പോലെ ഒരു എക്സ്റ്റൻഷൻ ഇപ്പൊ സംഭവിക്കുകയുണ്ടായി. നമ്മളെ അപ്രതീക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അപ്രതീക്ഷിതമൊന്നുമല്ല. ആദ്യമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ,
അല്ലെ? ഏകദേശം ഒരു ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളത്. അതിന്റെ മുമ്പ് ഒരു മാർച്ച് എൻഡ് വരെയൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി ദ വിൽ നോട്ട് ബി എൻ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ രീതിയിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, എക്സാം എക്സ്റ്റെൻഡ് ചെയ്തു. അഗെയിൻ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തതിന്റെ പോസിറ്റീവ്സ് എന്നോ അല്ലെങ്കിൽ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ട് നന്നായി ഇനി അതിന്റെ ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ടുകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ആഗ്രഹിച്ചൊന്നുമല്ല എക്സാം എക്സ്റ്റെൻഡ് ചെയ്യാൻ, ഇറ്റ്സ് എക്സ്റ്റെൻഡഡ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കാരണം എന്താ വെച്ചാൽ നമുക്ക് പലരും ഇപ്രാവശ്യം തന്നെ എഴുതിയെടുക്കാൻ കരുതിയവരുണ്ടാവും, ഇപ്രാവശ്യം എഴുതാൻ പ്രിപ്പയർഡ് അല്ല എന്ന് കരുതിയ ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഓരോരോ പ്ലാനുകൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കും. ബട്ട് വാട്ട് ഹാപ്പൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളെ ബീറ്റിൽസിലെ ജോൺ ലെന്നന്റെ ഒക്കെ ഡയലോഗ് ഉണ്ട്, ലൈഫ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു യു വെൻ യു ആർ പ്ലാനിങ് ഫോർ സംതിങ് എൽസ്. ഓക്കെ, നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി, ഒരു സംഭവം ഉണ്ടാക്കി, ഇപ്രാവശ്യം നമ്മൾ മെയ് 2 എക്സാം നന്നായിട്ട് പെർഫോം ചെയ്ത് നെറ്റ്, JRF, PhD എന്നൊക്കെ നമ്മൾ മനസ്സ് കണ്ടു നിൽക്കുമ്പോൾ വേറെ എന്തോ ഒരു പ്ലാൻ അങ്ങ് വരും. ഓക്കെ, വേറെ എന്തോ ഒരു പ്ലാൻ അങ്ങ് വരും. അതിനെയാണ് ലൈഫ് എന്ന് പറയുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടാണോ ആഗ്രഹിച്ചിട്ടല്ലേ എന്നുള്ളതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇങ്ങനെ എക്സാം എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. സിംപ്ലി എക്സാം എക്സ്റ്റെൻഡഡ്. ഓക്കെ, നമ്മൾ അതങ്ങ് മനസ്സിലാക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യനിലേക്കും ആ ഒരു മോഡിലേക്കുമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനിലേക്കും ആ ഒരു മോഡിലേക്കുമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, എല്ലാവരുടെയും ഏറ്റവും വലിയ കൺസേണിൽ ഒന്ന്, ഓക്കെ, എല്ലാവരുടെയും ഏറ്റവും വലിയ കൺസേണുകളിൽ ഒന്ന് എന്താന്ന് വെച്ചാൽ ചോദിക്കാറുണ്ട്, ഇറ്റ്സ് ജസ്റ്റ് വി ഹാവ് എ 2 months, ഓക്കെ, മേ ബി 2 or 3. ഇനി എന്നാണ് എക്സാം എന്നുള്ളത് വീണ്ടും പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ ആദ്യത്തെ കോവിഡ് പോലെ ഒരു വലിയ എക്സ്റ്റൻഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ബേസിക്കലി വാക്സിനേഷൻ എന്നുള്ള ഒരു സൊല്യൂഷൻ, ഇപ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ. വാക്സിനേഷൻ എന്നുള്ള ഒരു സൊല്യൂഷൻ ഉള്ളത് കൊണ്ട് മേ ബി 2 or 3 months സംഭവിക്കാം. ചിലപ്പോൾ 1 or 2 months or 2 or 3 months. കേരളത്തെ സംബന്ധിച്ച് 1 or 2 months ഒക്കെ കേരളം ഒരു പക്ഷേ റെഡി ആയേക്കാം. പക്ഷെ ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ഹോൾ ഇന്ത്യ ആസ്പെക്റ്റിൽ ചിലപ്പോ 2 or 3 months ഒക്കെ എടുത്തേക്കാം. ഓക്കെ, ചിലപ്പോ, നമുക്കറിയില്ല. ഇത്രേ ഉള്ളൂ. അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമായിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ, ഇറ്റ്സ് സിമ്പിൾ, അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 50 days മുമ്പെങ്കിലും അവർ ഇൻഫോം ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ച പോലെ ഏകദേശം ഒരു 30 ദിവസം മുമ്പെങ്കിലും 15 ദിവസം മുമ്പെങ്കിലും അവർ എക്സാമിനെ കുറിച്ച് ഇൻഫോം ചെയ്യും എന്നുള്ളതാണ് ആകെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാവേണ്ടത് ഇത്രയേ ഉള്ളൂ, എക്സാം എപ്പോഴും സംഭവിക്കാം. നമ്മൾ മേ ബി ചിലപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് June 1 എക്സാം എന്നങ്ങ് അസ്യൂം ചെയ്യുക, പഠിക്കുക എന്നുള്ളത് കേട്ടോ. June 1 എക്സാം നമുക്കറിയാം. പക്ഷെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും നേരിടുന്ന ഏറ്റവും വലിയ ഒരു ആംബിഗിറ്റി, കൂടുതൽ ആളുകളെയും ഏറ്റവും വലിയൊരു സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർക്കൊരു കംഫർട്ടബിൾ ആസ്പെക്ട്, ഇപ്രാവശ്യം നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ കരുതിയിരുന്നു, കുറെ കാലമായി കാത്തിരിക്കുന്നു, പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എക്സാമിന്റെ ബുദ്ധിമുട്ടുകളിലായിരുന്നു, എക്സാമിന്റെ തിരക്കുകളിലായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞു, ഇനി കുറച്ച് സമയം കിട്ടി, കംപ്ലീറ്റ് ഒരു ലോക്ക്ഡൌൺ ലെവലിലേക്ക് നമ്മൾ എത്തി. ഓക്കെ, ഹോപ്പ്ഫുള്ളി നമ്മൾ ഇനി നന്നായിട്ട് പഠിക്കും. അതുകൊണ്ട് അപൂർവമായി എക്സാം നീട്ടിയിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അപൂർവമായിട്ട് എക്സാം നീട്ടിയതിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. ഓക്കെ, പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഓക്കെ, ബേസിക്കലി നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നത് നല്ലതാണ്, പക്ഷെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ മുമ്പും ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, മുമ്പും ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പും ഇങ്ങനെ ഒരുപാട്, അല്ലെ, ചിലപ്പോൾ മുമ്പ് എക്സാം എഴുതിയ ആളുകളാണെങ്കിൽ അന്നൊരു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും, അല്ലെ, ആലോചിച്ചിട്ടുണ്ടാവും ബേസിക്കലി ഇപ്രാവശ്യം ഇനി 2 മാസം എക്സാമിനുണ്ട്, ഇപ്രാവശ്യം ഉഷാറാക്കണം. ഈ എക്സാമിന് തന്നെ ഒരു 3 മാസം മുമ്പ് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. ആപ്ലിക്കേഷനെ കൊടുത്ത സമയത്ത് ഇപ്രാവശ്യം ഉഷാറാക്കണം, ഇപ്രാവശ്യം നന്നായിട്ട് പഠിക്കണം, ഇപ്രാവശ്യം എനിക്ക് ക്വാളിഫൈ ചെയ്യണം. പക്ഷെ ഇപ്പോ ഒരു എക്സാം നീട്ടി എന്ന് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു 1-2 ആഴ്ച മുമ്പ് എന്തായിരുന്നു നമ്മളെ ഒരു ലെവൽ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ, അങ്ങനെ എക്സാം നീട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് പ്രോപ്പർ ആയിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടി അഡ്രസ് ചെയ്തിട്ട് നമ്മളെ ഒരു കോഴ്സ് ലെവലിലേക്ക് തന്നെ നമ്മൾ പോവാം. രണ്ടാമതായിട്ട് ആളുകൾ ചോദിക്കുന്ന കേസുകളിൽ ഒന്ന്,
ഓക്കെ, രണ്ടാമതായിട്ട് ആളുകൾ ചോദിക്കുന്ന കേസുകളിൽ ഒന്ന് ഒരു 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 സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി ദ മേ ബി 2 months ഓർ ദ മേ ബി 3 months. ഈ എന്റെ പരിചയക്കാരനുണ്ട് അല്ലെങ്കിൽ എന്റെ പരിചയക്കാരുണ്ട്, ഒരു കൊല്ലമായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഒരുപാട് കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അവരുടെ കൂടെയൊക്കെയാണല്ലോ ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അവരുടെ കൂടെയാണല്ലോ ഞാൻ കോമ്പീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് പഠിച്ചാൽ ഇത് ക്വാളിഫൈ ചെയ്യുന്നതാണ്. ഇതിൽ ബേസിക്കലി പറയാനുള്ള ഒരു ആസ്പെക്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എത്ര കാലം പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എത്ര നമ്മൾ ഈ പറഞ്ഞ പോലെ കണ്ടന്റ് പഠിച്ചു എന്നുള്ളതാണ്, എത്ര റിവൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്, എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി 6 മാസമായിട്ട് പഠിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഇനിയുള്ള 3 മാസം കൊണ്ട് ഓവർടേക്ക് ചെയ്യാനുള്ള സിമ്പിൾ ലോജിക് 6 മാസം കൊണ്ട് അവർ പഠിച്ച അത്ര മണിക്കൂറിലധികം നിങ്ങൾ 3 മാസം കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. പോസിബിൾ ആണോ അല്ല എന്നുള്ളതൊന്നുമല്ല കേട്ടോ, പോസിബിൾ ആണ്. ഓക്കെ, പോസിബിൾ ആണ്, പക്ഷെ എഫേർട്ട് എടുക്കണം. അല്ലാതെ ഒരിക്കലും ഇനിയുള്ള 2 മാസം കൊണ്ട് ഒരു ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ JRF അടിക്കാമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, അല്ലെങ്കിൽ ഈഫർ പറയില്ല. അത് പറയുന്നത് നിങ്ങളെ നമുക്ക് എക്സാമിനെ കുറിച്ച് വ്യക്തമായ ബോധമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആര് പറയുകയാണെങ്കിലും ഒരു ക്രാഷ് കോഴ്സ്, ഒരു 10 ദിവസത്തെ കോഴ്സ്, ഒരു 15 ദിവസത്തെ കോഴ്സ്, ഒറ്റ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രക്ക് 15 ദിവസം കൊണ്ട് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രക്ക് എക്സ്പെർട്ടൈസ്ഡ് അല്ലാത്ത ആളുകളൊന്നുമല്ല നമ്മൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നത്. വെരി 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 എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വി ഹാവ് എ വെരി ഫ്യൂ ഡേയ്സ്. ഓക്കെ, വി ഹാവ് എ വെരി ഫ്യൂ ഡേയ്സ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ തന്നെ കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ക്വാളിഫൈ. ഓക്കെ, നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ ക്വാളിഫൈ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക, അതങ്ങ് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് ഹോപ്പ്ഫുള്ളി നമുക്കറിയാം ബേസിക്കലി ഇപ്പോ നമ്മളൊരു ക്രൂഷ്യൽ സ്റ്റേജിലൂടെയാണ് നമ്മൾ ദ ഹോൾ സ്റ്റേറ്റും ദ ഹോൾ കൺട്രിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി അടുത്തൊരു മാസം 1.5 മാസമൊക്കെ വീണ്ടും നമ്മൾ മുമ്പുണ്ടായതുപോലെയുള്ള ഒരു 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 വല്ലാത്തൊരു വീട്ടിലുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ മേ ബി നമ്മൾ ഒരു പക്ഷേ നമ്മൾ അടുത്ത പ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ടൊന്നുമില്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് മേ ബി ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ലൈഫിൽ നെറ്റിനെയോ JRFനെയോ കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ വരെ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, കോവിഡ് സമയത്ത് കൂടി ജീവിച്ചിട്ട് പോലും എനിക്കൊരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട് ഡെഫിനറ്റ്ലി ഫസ്റ്റ്ലി ഹെൽത്ത്, ആ സംഭവങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുക, ആ ഒരു കേസൊക്കെ കഴിയുക. അത് കഴിഞ്ഞിട്ടും ഇത്രയധികം നമുക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ട് പോലും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പക്ഷെ നമ്മൾ തന്നെ നമുക്കെതിരെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് whether the exam is going to happen in June or whether this exam is going to happen in July or whether it's going to happen in August, remember, decide this is going to be the last time you are writing this exam, at least in your subject. ഓക്കെ, നിങ്ങൾ ഇപ്പം എഴുതുന്ന സബ്ജക്റ്റിലെ അവസാനത്തെ എക്സാം ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അവസാനത്തെ എക്സാം ആണെന്ന് തീരുമാനിക്കുക. ഇപ്രാവശ്യത്തോട് കൂടിയിട്ട് തന്നെ JRF അടിക്കുമെന്ന് ഉറപ്പിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി പഠിക്കുക. സിമ്പിൾ, ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഈ ഒരു ഇനീഷ്യൽ ആസ്പെക്റ്റില്, ഇൻട്രൊഡക്ടറി ആസ്പെക്റ്റില് നമുക്ക് പറയാനുള്ളത്. ഞാൻ ബേസിക്കലി ഒരുപാട് പ്രിപ്പറേഷനെ കുറിച്ച്, ഒരുപാട് സിലബസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ. ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇതൊക്കെ അറിയുന്ന ആളുകളായിരിക്കും. ഇതിന്റെ സിലബസ്, ഇതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയുന്ന ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഒരു 2 പോയിന്റ് മനസ്സിലാക്കേണ്ട ഒരു കേസ്. പോയിന്റ് നമ്പർ 1, നമ്മൾ മാക്സിമം നമ്മൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഒരു മിനി കോഴ്സ് പോലെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് ഇവിടെ ഞാനും നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ഇത്ര പ്രായമുള്ളവര്, JRFന്റെ ഏജ് ലിമിറ്റ് ഇത്രയാണ്, എക്സാമിന്റെ സിലബസ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാവും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ്, നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ആയിട്ട് JRF കിട്ടാനുള്ള ഒരു ഐഡിയ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് JRF കിട്ടാനുള്ള മാർഗം എന്താന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളുടെ സബ്ജക്റ്റില് നിങ്ങളോടങ്ങ് ചോദിച്ചാൽ മതി ക്വസ്റ്റ്യൻ എടുക്കട്ടെ. നിങ്ങളങ്ങ് അനലൈസ് ചെയ്തിട്ട് നിങ്ങളോടങ്ങ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. നിങ്ങളുടെ സബ്ജക്റ്റില് ഏറ്റവും നന്നായിട്ട്, സപ്പോസ് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു 50 JRF ഉണ്ട് എന്ന് കരുതാം. അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു 100 JRF. ഓരോ സബ്ജക്റ്റിനനുസരിച്ച് വേരി ആണ്. ഇപ്പൊ സൈക്കോളജി ഒക്കെ അറൌണ്ട് 70 ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. വെൻ ഇറ്റ് കംസ് ടു കൊമേഴ്സ് അറൌണ്ട് 800 ഉണ്ട്. ഇംഗ്ലീഷ് 400 സംതിങ് ആണെന്ന് തോന്നുന്നു. എക്സാക്ട് അല്ല, നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പം നിങ്ങളുടെ സബ്ജക്റ്റിൽ സപ്പോസ് ഒരു 100 JRF ആണുള്ളതെങ്കിൽ,
നിങ്ങളുടെ സബ്ജക്റ്റിൽ ഒരു 100 JRF ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ തീരുമാനിക്കേണ്ട, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കേസ്, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, ഓൾ ഇന്ത്യ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന 100 കുട്ടികളിൽ ഒരാൾ നിങ്ങളാണോ അല്ല എന്നുള്ളതാണ് ചോദ്യം. ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സിമ്പിൾ ആയിട്ട് ചോദിക്കുക. നിങ്ങളെ സബ്ജക്റ്റിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന, നിങ്ങളെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന, നിങ്ങളെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന, നിങ്ങളെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ റിവൈസ് ചെയ്യുന്ന, നിങ്ങളെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്ന, ഇങ്ങനെയുള്ള ഒരു 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 100 നമ്പറെങ്കിൽ ഒരാളാണോ നിങ്ങൾ എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് JRF ഇത്തവണ കിട്ടാൻ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി അല്ലെങ്കിൽ കിട്ടൂല എന്ന് തീരുമാനിക്കാനല്ല കേട്ടോ, ആവാനുള്ള ശ്രമിക്കുക എന്നുള്ളതാണ്. അതൊരു ഇൻട്രോസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ അത് തീരുമാനാക്കിയിട്ട് എനിക്ക് തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് കളി നിർത്താൻ വേണ്ടിയിട്ടല്ല. ഇറ്റ്സ് എൻ ഇൻട്രോസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ. നിങ്ങൾ നിങ്ങളോട് തന്നെ ആ ചോദ്യം ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ബേസിക്കലി ഒരു 30 JRF ഉള്ള അല്ലെങ്കിൽ 25-30 JRF ഉള്ള മലയാളമാണെങ്കിൽ 25 ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് മലയാളം പഠിക്കുന്ന 25 കുട്ടികളുടെ ഒരാൾ ഞാനാണ്. ആണെങ്കിൽ എനിക്ക് JRF കിട്ടും. അല്ലാതെ ഇതിനൊരു ഷോർട്ട് കട്ട് എന്നുള്ളതോ കുറച്ച് പഠിച്ചു എന്നുള്ളതോ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമായിട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ആ ഒറ്റൊരു പോയിന്റ് നിങ്ങൾ ഉറപ്പുവരുത്തുക. 2 പോയിന്റാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കുട്ടികളിൽ ഒരാൾ നിങ്ങളാവുക. പോയിന്റ് നമ്പർ 2, പോയിന്റ് നമ്പർ 2, മാക്സിമം സമയം പഠിക്കുക. മാക്സിമം പോസിബിൾ ടൈം പഠിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചോദിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഏറ്റവും ചോദിക്കുന്ന, നമ്മളൊക്കെ കേട്ടിട്ടില്ല കുറെ ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് പറയാൻ പറ്റുമോ? നിങ്ങൾ വെറുതെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറയാം. നിങ്ങൾ ഒരു ക്വാളിഫൈ ചെയ്ത ആളെ കാണുമ്പോൾ അയാളോട് ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സാധാരണ കേട്ടിട്ട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയും. ഒരു 4-5 JRF കിട്ടിയ ഒരാളെ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ അയാളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. എനിബഡി ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. എത്ര സമയം പഠിക്കുന്നു? എത്രാമത്തെ അറ്റംപ്റ്റ് ആണ്? നോട്ട്സ് എങ്ങനെയാണ് ഉണ്ടാക്കല്? എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? എവിടുന്നാ പഠിച്ചത്? ടൈം ടേബിൾ, ഹൗ യു പ്രിപ്പയർ, സ്ട്രാറ്റജി, അച്ചീവ്ഡ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാണ്, എത്ര സമയം, സോൺസോ കുറെ. കോച്ചിങ് എങ്ങനെ എളുപ്പത്തിൽ JRF കിട്ടാം എന്നുള്ളത്. സോ എങ്ങനെ എളുപ്പത്തിൽ JRF കിട്ടാം എന്നുള്ളതൊക്കെ ഒരു JRF ഹോൾഡറോട് നിങ്ങൾ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ അയാളെ വില കുറക്കുകയാണ് കേട്ടോ. ചില ആളുകൾ ചിലപ്പോൾ പറയും, നിങ്ങൾ ചില ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചിട്ടില്ല, പ്രത്യേകിച്ച് എനിക്ക് പഠിക്കാതെ എനിക്ക് JRF കിട്ടിയെന്നുള്ളതൊക്കെ. 2 കാര്യം മനസ്സിലാവും. അങ്ങനെ പഠിക്കാതെ JRF ഒന്നും കിട്ടൂല കേട്ടോ. അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ 2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, നിങ്ങളെ ഫ്രണ്ട് ഒടുക്കത്തെ വിനയുള്ള ആളായിരിക്കാം. നമ്മൾ പറയാറുണ്ടല്ലോ, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ അവരെ ഹാർഡ് വർക്കിനെ വിനയത്തോടെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരാണ് ഭാഗ്യം എന്നുള്ളത് അല്ലെ. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ ഹാർഡ് വർക്കിനെ വിനയത്തോടെ വിളിക്കുന്ന ഒരു പേരാണ് ഭാഗ്യം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, ഈ മടിയന്മാർ അവരുടെ മടിയെ അന്തസ്സോടെ വിളിക്കുന്ന ഒരു പേരാണ് വിധി എന്നുള്ളത് അല്ലെ. വിധി ദൈവം എന്നുള്ളതില്ല എന്നല്ല, അത് ദൈവത്തിന്റെ പണിയാണ്, ദൈവം വൃത്തിയായിട്ട് ചെയ്തോളും. പക്ഷെ മടിയന്മാര് പലപ്പോഴും അവരെ മടിയെ അന്തസ്സോടെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് വിധി എന്നുള്ളത്. ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, ബേസിക്കലി ചിലപ്പോ എന്നാലും നിങ്ങൾക്ക് ചില ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾ ഒരുപാട് സമയം പഠിക്കാൻ കാണാത്തൊക്കെ. പക്ഷെ നമ്മളൊരു എക്സാമിന് ജസ്റ്റ് 2 മാസത്തെ പ്രിപ്പറേഷൻ അല്ല, അവര് കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് റിസൾട്ടിന് വരുന്നത്. ഇതിലെ പേപ്പർ 1-ലെ പല ടോപ്പിക്കൊക്കെ നമ്മൾ സ്കൂൾ ലെവലിൽ നന്നായിട്ട് പഠിക്കുന്നതാണ്. സ്കൂൾ ലെവലിൽ നന്നായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ പേപ്പർ 1 ഇവിടെ അത്ര എഫേർട്ട് ഉണ്ടാവില്ല, അത്യാവശ്യം ഓർമ്മശക്തി ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അധികം പഠിക്കാതെ നിങ്ങളെ കൂടെ പഠിച്ച, നിങ്ങളെ സീനിയറായി JRF കിട്ടിയ ഒരാളുണ്ടല്ലോ, അയാള് പഠിക്കാതെ കിട്ടിയതല്ല എന്നുള്ളത് മനസ്സിലാക്കാം. പഠിക്കാതെ കിട്ടിയതല്ലാതെ മനസ്സിലാക്കാം. അയാൾ പഠിച്ചു കിട്ടിയതാണ്. പക്ഷെ നിങ്ങൾ കാണേ എക്സാമിന്റെ അവസാനത്തെ 1-2 മാസം അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ അഗ്രി ചെയ്യുന്നു. ബട്ട് ഇറ്റ്സ് എ ലൈഫ് ലോങ് സ്റ്റഡി പ്രോസസ് എന്നുള്ളതാണ്. ഇനി ഇപ്പം നമ്മളെ ആസ്പെക്റ്റിലേക്ക് തന്നെ വരാം. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ചോദ്യങ്ങളൊന്നും, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബുക്സ് റെഫർ ചെയ്തത്, കോച്ചിങ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സെൽഫ് ആയിട്ടാണോ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ ഞാൻ പറയാം ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ചോദ്യങ്ങളിലൊന്നും, ചാറ്റ് ബോക്സ് ചിലപ്പോൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും, എത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ ഞാൻ കുറച്ചാൾ പറഞ്ഞു. ബട്ട് സ്റ്റിൽ എത്ര മണിക്കൂർ പഠിച്ചിരുന്നു എന്നുള്ളതാണ്.
ഓക്കെ, അതുപോലെ തന്നെ എത്ര ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്ര തവണ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ എത്ര തവണ പഠിച്ചു, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി എത്ര തവണ പഠിച്ചു, എത്ര പുസ്തകം വായിച്ചു, എത്ര തവണ റിവൈസ് ചെയ്തു, സാധാരണ എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു, എത്ര ദിവസം മുമ്പ് പ്രിപ്പറേഷൻ തുടങ്ങി, എത്ര മണിക്കൂർ ഉറങ്ങുമായിരുന്നു, ഇങ്ങനെയുള്ള സാധാരണ ക്വാളിഫൈ ചെയ്ത എല്ലാവരോടും ചോദിക്കുന്ന വളരെ ക്ലീശ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നല്ല ചോദ്യങ്ങളല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ഉത്തരം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ആരോടും ചോദിക്കണമെന്നില്ല. ഇറ്റ്സ് ടു ദി മാക്സിമം പോസിബിൾ എന്നുള്ളതാണ്. 1 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളേറെ നല്ലത് 2 മണിക്കൂർ പഠിക്കുക എന്നുള്ളതാണ്. 2 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളേറെ നല്ലത് 3 മണിക്കൂർ പഠിക്കുക എന്നുള്ളതാണ്. 3 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളേറെ നല്ലത് 4 മണിക്കൂറാണ്. അപ്പൊ 4 മണിക്കൂർ പഠിച്ച കുട്ടികളെ നിങ്ങൾക്ക് തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ലോജിക്കേ ഉള്ളൂ, നിങ്ങൾ 5 മണിക്കൂർ പഠിക്കുക. ഓക്കെ, അപ്പൊ 5 മണിക്കൂർ പഠിക്കുന്നതിനേക്കാളേറെ നല്ലതോ 8 മണിക്കൂർ പഠിക്കുക. ഇന്ത്യയിൽ 100 കുട്ടികൾ ബെസ്റ്റുകളാവണം, ഒരു 200 കുട്ടികൾ 8 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 9 മണിക്കൂർ പഠിക്കുക, അല്ലെ, 10 മണിക്കൂർ. അപ്പൊ ഏറ്റവും നല്ലത് 24 മണിക്കൂർ പഠിക്കുക. ഇതാണ് ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, ടു ദി മാക്സിമം ടൈം നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം 24 മണിക്കൂർ പഠിക്കൽ പോസിബിൾ അല്ല എന്നുള്ളത്. ഓക്കെ, നമുക്ക് അറിയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് 24 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല എന്നുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് അതിന് പ്രസക്തിയില്ല. ഓക്കെ, അതിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് പറയാറുള്ളത് ടു ദി മാക്സിമം പോസിബിൾ ടൈം. മാക്സിമം പോസിബിൾ ടൈം നിങ്ങൾ പഠിക്കുക. മാക്സിമം പോസിബിൾ ടൈം നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ പറ്റാവുന്ന അത്ര സമയം നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പം ഒരു 10 hours ആണ് നല്ലതെങ്കിൽ 10 hours പഠിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു 8 hours ആണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ 7 hours ആക്കി നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചിട്ട് തോന്നണം ഞാൻ ഏകദേശം ഒരു അറ്റ്ലീസ്റ്റ് ഈ ലോക്ക്ഡൌണിലെങ്കിലും ഒരു 8, 9, 10 മണിക്കൂർ പഠിക്കുന്നുണ്ട്. എന്റെ സബ്ജക്റ്റിൽ ഒരു 100 JRF ഒക്കെയാണ് കിട്ടുന്നത്. അത് നിങ്ങൾ വെറുതെ തോന്നണ്ട, നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ നിങ്ങൾക്ക് അത് അറിയട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ എന്റെ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 100 കുട്ടികളിൽ ഒരാള് ഞാനായിരിക്കും. ഓക്കെ, 100 കുട്ടികളിൽ ഒരാള് ഞാനായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഒരാള് ഞാനായിരിക്കും എന്നുള്ളത് ബേസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, നിങ്ങൾക്ക് തന്നെ അത് അനലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അത് അസസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അത് അസസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സംബഡി ഈസ് സെയിങ് ദാറ്റ് മൈ വോയിസ് ഈസ് ബ്രേക്കിംഗ്. അങ്ങനെ വോയിസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാം. Is there is such an issue regarding breaking the voice? Yeah, ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. യാ, അപ്പം ഞാൻ പറഞ്ഞൊരു ആസ്പെക്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങൾ വോയിസസ് ബ്രേക്കിംഗ് എന്ന് ഒരാൾ പറയട്ടോ. അപ്പൊ ബാക്കി ലോലും കൂടി ഒന്ന് പറയട്ടോ. കാരണം നിങ്ങളുടെ അടുത്തുള്ള നെറ്റ്വർക്ക് ആണോ ഇന്ത്യൻ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്ന് എല്ലാവരും പറയാണ്. ഓക്കെ, സർ വോയിസസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പ്രശ്നമാണ് എന്നുള്ളത്. അപ്പം ഒന്ന് ചാറ്റ് ബോക്സിൽ ആരെങ്കിലൊക്കെ പറയാം, അത് കാണുന്നവർ അതിനൊന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിന്റെ ഇടയിൽ ഇന്ററപ്ഷൻ വരണ്ട എന്നുള്ളതാണ്. എല്ലാവർക്കും ആ പ്രശ്നം വരികയാണെങ്കിൽ ഐ വിൽ ബി അഡ്രസ്സിംഗ് ദാറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അസസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളിലൊന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിൽ മാക്സിമം പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, അത്രയേ ഉള്ളൂ, ആ 2 കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇനി തൊട്ടിട്ട് ബേസിക്കലി എന്താ പറയാ, എക്സാമിന് ഇത്ര മണിക്കൂറാണോ ഇത്ര മണിക്കൂറല്ല പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ല കേട്ടോ. മാക്സിമം പോസിബിൾ ടൈം. ഓക്കെ, മാക്സിമം പോസിബിൾ ടൈം പഠിക്കുക, മാക്സിമം പോസിബിൾ ടൈം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട് മാക്സിമം പോസിബിൾ ടൈം പഠിക്കാനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ പറ്റാവുന്നത്ര ഡിജിറ്റൽ ആവുക എന്നുള്ളതാണ്. കാരണം ഒരു പുസ്തകം എടുത്തിട്ട് പുസ്തകം വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബുദ്ധിമുട്ടാണ്, ഒരുപാട് സമയം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം നമ്മളൊരു ഡിജിറ്റൽ മോഡിലേക്ക് പോരുകയാണെങ്കിൽ ഇഫ് യു ആർ യൂസിങ് യുവർ ടാബ്ലറ്റ് ഓർ ഇഫ് യു ആർ യൂസിങ് യുവർ മൊബൈൽ ഫോൺ, നമുക്കറിയാം ബോധമുള്ള സമയത്തൊക്കെ നമ്മളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഐ മീൻ ഡിജിറ്റൽ മോഡിലേക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് യൂട്യൂബ് ഉപയോഗിച്ചിട്ട് വീഡിയോസ് ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ബേസിക്കലി നിങ്ങൾക്ക് പരമാവധി സമയം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി
ഇത്രയാണ് എനിക്കൊരു ഒരു ഇൻട്രൊഡക്ടറി ആസ്പെക്ട് എന്നുള്ളൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് വേറെയും ക്വസ്റ്റ്യൻസ് നിങ്ങളുടേതുണ്ട്. അത് ഞാൻ കുറച്ച് സെഷന്റെ അവസാനം ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സെഷന്റെ അവസാനം ആ ഒരു സംഭവത്തിലേക്ക് വരാം. അറൌണ്ട് 30 minutes കൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എന്റെ ലാപ്പിൽ ഇറ്റ്സ് 9:30. ഓക്കെ, എക്സാക്ട് 30 minutes ആയി. ഐ വിൽ ബി ഗോയിങ് ടു ദ ടോപ്പിക്. ഓക്കെ, ഞാൻ ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും. കുറച്ചധികം സംശയങ്ങൾ റിഗാർഡിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നറിയാം. ഞാൻ സെഷന്റെ അവസാനം അത് ഡിസ്കസ് ചെയ്യാം. നൗ ഐ ആം മൂവിങ് ടു ദ ടോപ്പിക്. ഓക്കെ, നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാം. വി ഹാവ് ഫർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമ്മള് നമ്മളത് ലാസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാം. നൗ ഐ ആം ഗോയിങ് ടു ദി കണ്ടന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു മിനി കോഴ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻ ദ സെൻസ് നമുക്കറിയാം പേപ്പർ 1 നമുക്ക് ഏകദേശം 10 ടോപ്പിക്കുകൾ ഉണ്ട്. ഓക്കെ, പേപ്പർ 1 നമുക്ക് ഏകദേശം 10 ടോപ്പിക്കുകൾ ഉണ്ട്. ഈ 10 ടോപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഓൾമോസ്റ്റ് പറ്റാവുന്നത്ര ടോപ്പിക്കുകളുടെ സിലബസ് നമ്മൾ ജനറലി ഒന്ന് ഡിസ്കസ് ചെയ്യും. അതിൽ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്, എന്തിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. അതിന്റെ ശേഷം നമ്മൾ ദ ഹോൾ ടോപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കൊരു 3 ഡേയിൽ അറൌണ്ട് ഒരു 5 to 6 hours നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സുകൾ. അപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ലോജിക്കൽ റീസണിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഹയർ എഡ്യൂക്കേഷനിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആസ്പെക്ടുകൾ, ICT-യിലെ അല്ലെങ്കിൽ എൻവയോൺമെന്റിലെ, ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മിനി കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു കംപ്ലീറ്റ് ഡിസ്കഷൻ എന്നുള്ളതല്ല. ഓക്കെ, കംപ്ലീറ്റ് ഡിസ്കഷൻ എന്നുള്ളതല്ല. അതിനുള്ള ഒരു സമയം നമുക്ക് ഇവിടെ ഇല്ല. സോ ഗോയിങ് ടു എ ക്രൂഷ്യൽ ടോപ്പിക്, ലോജിക്കൽ റീസണിങ്. ഓക്കെ, ലോജിക്കൽ റീസണിങ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി ഹാവ് എ ടോപ്പിക് ലോജിക്കൽ റീസണിങ്. അപ്പൊ ലോജിക്കൽ റീസണിങ് എന്നുള്ള ടോപ്പിക്കിന്റെ പ്രത്യേകത നമുക്കറിയാവുന്ന ഒരു ആസ്പെക്ട് ആണ്. ഞാൻ സിലബസിലേക്ക് പോകുന്നതിന് മുമ്പ് ലോജിക്കൽ റീസണിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ ആളുകളും നെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കൂടുതൽ ആളുകളും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് ലോജിക്കൽ റീസണിങ്. അത്യാവശ്യം ബുദ്ധിമുട്ട് പറയും. അത് എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ 2-3 കാരണങ്ങൾ കൊണ്ടാണ് ലോജിക്കൽ റീസണിങ് ബുദ്ധിമുട്ടാവുന്നത്. ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ബാക്കിയുള്ള 10 ടോപ്പിക്കുകളിലെ ബാക്കിയുള്ള 9 ടോപ്പിക്കുകളും പലപ്പോഴും നിങ്ങളുടെ ഒരു അക്കാഡമിക് ലൈഫിലെ, നിങ്ങളുടെ ഒരു സ്റ്റുഡന്റ് ലൈഫിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും അത് കുറെ സബ്ജക്റ്റീവും കുറച്ചൊക്കെ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. എൻവയോൺമെന്റ് എന്നുള്ളത് സ്കൂളിൽ തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഹയർ എഡ്യൂക്കേഷൻ, പൊളിറ്റി ഒക്കെ സ്കൂൾ ലെവലിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിച്ചിട്ടുണ്ടാവും. മാത്സ് പഠിച്ചിട്ടുണ്ടാവും. ആ ലെവലിലാവണം എന്നിരുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മളെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയ അന്ന് തൊട്ടേ ചിലപ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ പഠിച്ചിട്ടുണ്ടാവും. സോ ബേസിക്കലി ലോജിക്കൽ റീസണിങ് അല്ലാത്ത എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ട് മീൻസ് എക്സാക്ട്ലി ആ സ്ട്രക്ചറിൽ എന്നുള്ളതല്ല, ഒരു പരിചയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പല ടോപ്പിക്കും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പരിചയം ഉണ്ടാവും. ലോജിക്കൽ റീസണിങ് PSCക്ക് പ്രിപ്പയർ ചെയ്താലും പരിചയം ഉണ്ടാവണം എന്നില്ല. SSC പോലെയുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം കുറച്ച് പരിചയം ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ക്വയർ ഓഫ് അപ്പോസിഷൻ, അതിന്റെ ഒരു ഡീറ്റെയിൽ ആസ്പെക്റ്റുകൾ, ഫാലസീസ്, ഇന്ത്യൻ ലോജിക്, ഈ 3 ടോപ്പിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയിൽ ചോദിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ക്വയർ ഓഫ് അപ്പോസിഷൻ കുറച്ചെങ്കിലും വരാം, മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഇല്ല. ഈവൻ സിവിൽ സർവീസിൽ പോലും ഫാലസീസ് ഇല്ല. സിവിൽ സർവീസിൽ പോലും ഇന്ത്യൻ ലോജിക് ഇല്ല. ഇതുപോലെ. അപ്പം സിലോജിസം അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിലോജിസം, വെൻ ഡയഗ്രാം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇത് ഓൺലി ഈ ഒരു എക്സാമിന് മാത്രമാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഈ ടോപ്പിക്കുകൾ നമ്മൾ കാണുന്നത്. ഈ ഒരു എക്സാമിന് മാത്രമാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ടോപ്പിക്കുകൾ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഇത് കാണുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടായിട്ട് നെഗ്ലക്ട് ചെയ്യാറുണ്ട്. കാണുമ്പോൾ തന്നെ പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് നെഗ്ലക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയാനുള്ള ഒരു കേസ്, ഒറ്റൊരു കേസ് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് സിലബസ് ടോപ്പിക്കിലേക്ക് പോകാം. പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു എഗ് ഓഫ് കൊളംബസ് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ ടോപ്പിക് ആണെന്ന് പറയാൻ പറ്റും. എഗ് ഓഫ് കൊളംബസ് ടോപ്പിക് ആണെന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ ഇംഗ്ലീഷിൽ ഫ്രേസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എഗ് ഓഫ് കൊളംബസ് എന്ന് പറയുന്നത്, എഗ് ഓഫ് കൊളംബസ് എന്ന് പറഞ്ഞാൽ കൊളംബസുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്തമായ കഥയാണ്. അതിന് ഒരുപാട് ആസ്പെക്റ്റുകൾ ഉണ്ട്. സംതിങ് ലൈക്ക് എന്താ പറയാ,
yeah. ഓക്കെ, സംതിങ് ലൈക്ക് ഗൾഫ് കൊളംബസ് എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. കൊളംബസുമായിട്ട് ബന്ധപ്പെട്ട കൊളംബസ് ഒരു സ്ഥലങ്ങൾ കണ്ടുപിടിച്ചപ്പം വെസ്റ്റ് ഇൻഡീസ് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, ഇതിപ്പോ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കേസായിരുന്നല്ലോ എന്നുള്ളത്. മറ്റൊരു കഥയുണ്ട്, രാജാവ് അദ്ദേഹത്തിന് വധിക്കാൻ വിധിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഒരു കോയിമുട്ട അദ്ദേഹത്തോട് ഒരു കോയിമുട്ട അല്ലെങ്കിൽ അദ്ദേഹം ടാസ്ക് കൊടുത്തു എന്നും പറയുന്നു, ഒരു ഇരുമ്പിന്റെ ടാബിളിൽ കുത്തനെ വെക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. സപ്പോസ് ദിസ് ഈസ് എൻ എഗ്. ഈ എഗ് എങ്ങനെയാണ് ഒരു ഇരുമ്പിന്റെ ടാബിളിൽ കുത്തനെ വെക്കുക എന്നുള്ളതാണ് അന്ന് എഗ് ഓഫ് കൊളംബസ് എന്ന് പറയുന്നത്. അപ്പൊ പല ആളുകൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, കുറെ ശ്രമിച്ചു, ഓൽക്കൊന്നും എന്ത് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അവസാനം കൊളംബസ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ കോയിമുട്ടയുടെ അടി ചെറുതായിട്ട് അങ്ങ് പൊട്ടിച്ചു, എന്നിട്ട് കുത്തനെ വെച്ചു. അപ്പം ഇത് കണ്ടപ്പോ ആളുകൾ അതേ ഇനിയിപ്പോ ഒന്ന് ചോദിക്കും, ഇപ്പൊ ഇങ്ങോട്ട് ചോദിക്കുമല്ലോ, ഇതാണ് ഇപ്പൊ ഇത്ര കഥ, ഇതാണ് ഇപ്പൊ ഇത്ര പഞ്ചിട്ടത് മസിലിട്ടത്. ഇതേ കേസ് തന്നെയാണ് ലോജിക്കൽ റീസണിംഗ് ടോപ്പിക്കുകളുടെ പ്രത്യേകത. അതായത് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ ഉത്തരം കിട്ടുന്ന സമയത്ത് ഇറ്റ്സ് വെരി സിമ്പിൾ. ദിസ് ഈസ് എ ടോപ്പിക് കേട്ടോ, ഇത് ടോപ്പിക് തന്നെയാണ്, ഞാൻ ടോപ്പിക് തന്നെയാണ് പറയുന്നത്. ലോജിക്കൽ റീസണിങ്ങിന് ആ ഒരു ബേസിക് ആസ്പെക്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് പലരും ഇത് നെഗ്ലക്ട് ചെയ്യുന്നത് ഫാലസീസ് എന്തോ ടഫാണ്, ഇന്ത്യ ലോജിക് എന്തോ ടഫാണ്, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്തോ ടഫാണ് എന്ന് കരുതിയിട്ടാണ് പലരും ഇത് നെഗ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇഫ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദ ടോപ്പിക്, അത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഫാലസീസ് എടുത്ത് നോക്കാം. ഇപ്പൊ ഫാലസീസിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് വി ഹാവ് ദ ഫാലസി ഓഫ് സങ്ക് കോസ്റ്റ് എന്ന് പറയും. ഫാലസി ഓഫ് സങ്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഫാലസി മനസ്സിലാവണം എന്നില്ല. പക്ഷെ നമ്മളോട് ചോദിച്ചാൽ മതി, എന്തുകൊണ്ടാ PGക്ക് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് പഠിച്ചതെന്ന് ചോദിച്ചാൽ പലരും നമ്മൾ പറയുന്ന പല കേസുകളുണ്ട് അല്ലെ. നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കേസ്, എന്തുകൊണ്ടാ PGക്ക് ഇത് പഠിച്ചതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അറിയൊന്നുമില്ല. ആകെല്ലൊരു കാരണം എന്താ വെച്ചാല് ഡിഗ്രിക്ക് ഇതാണ് പഠിച്ചതെന്നുള്ളതാണ്. ഡിഗ്രിക്ക് പഠിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഡിഗ്രിക്ക് അത് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ ഡിഗ്രി അത് പഠിച്ചു, ഇത്ര കൊല്ലം ചെലവാക്കി, അച്ഛന്റെ അമ്മേന്റെ ഇത്ര പൈസ ചെലവാക്കി, അപ്പൊ ഇനി ഏതായാലും നല്ലത് PG കൂടി ഇത് പഠിക്കുകയാണ് എന്നുള്ള നമ്മളൊരു കൺക്ലൂഷൻ ഉണ്ടല്ലോ. ഇതാണ് ഫാലസി ഓഫ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി കുറെ ചെലവായിട്ടുണ്ട്, ഇനിയിപ്പോ എന്താണോ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ പല ആളുകളും പല ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളതിന് കാരണം പറയാറുണ്ട്, ഇത്ര കാലമായില്ലേ, ഇത്ര സംഭവങ്ങളായില്ലേ എന്നുള്ളതൊക്കെ ആയിരിക്കാം. അപ്പം ഇതാണ് ഫാലസി ഓഫ് സങ്ക് കോസ്റ്റ്. ഇനി നമ്മൾ ചിലപ്പം പറയാറുണ്ട് ടു കോക്ക് ഫാലസി എന്ന് പറയും. ടു കോക്ക് ഫാലസി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ എന്തോ ഒരു സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ചിലപ്പം നമ്മള് അച്ഛനമ്മമാരോടൊക്കെ പറയാറില്ല, ഞാനൊക്കെ പറയാറുണ്ടായിരുന്നു ചെറുപ്പത്തില്. അമ്മയൊക്കെ പറയും അല്ലെങ്കിൽ ഉമ്മയൊക്കെ പറയും, എന്നെ നന്നായിട്ട് നോക്കിക്കോ, അല്ലെങ്കിൽ നിന്റെ മക്കൾ നിന്നെ നന്നായിട്ട് നോക്കൂല എന്ന് പറയും. അപ്പൊ നമ്മൾ നൈസായിട്ട് തിരിച്ച് അമ്മയോട് അടിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അമ്മയുടെ അച്ഛനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞങ്ങളെ നന്നായിട്ട് നോക്കാത്തത്. സിമ്പിൾ ലോജിക്. ഇതാണ് ടു കോക്ക് ഫാലസി. ഇതാണ് ടു കോക്ക് ഫാലസി. ഇനി കംഹോക്ക് എർഗോപ്രോപ്റ്റർ ഹോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. എർഗോപ്രോപ്റ്റർ ഹോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കോവിഡ്, ഇപ്പൊ ചെറിയ പനി വരുമ്പോ, ചെറിയ തലവേദന വരുമ്പോ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. അതായത് ബേസിക്കലി നമ്മൾ ആശുപത്രിക്ക് പോലാം, ആശുപത്രി പോകാൻ നിൽക്കേണ്ട, ആശുപത്രി മൊത്തം കോവിഡ് ആണ്. ആശുപത്രി മൊത്തം കോവിഡ് ആണ്, അവിടെ പോയാൽ കോവിഡ് കിട്ടും എന്ന് പറയും. ഇതാണ് കംഹോക്ക് എർഗോപ്രോപ്റ്റർ ഹോക്ക്. അപ്പം ഈ കംഹോക്ക് എർഗോപ്രോപ്റ്റർ ഹോക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാലസി ഓഫ് സങ്ക് കോസ്റ്റും അല്ലെങ്കിൽ ടു കോക്ക് ഫാലസി ഒക്കെ സിലബസ് ആണ്, ടോപ്പിക് ആണ് കേട്ടോ. നമ്മുടെ ടോപ്പിക്കിലുള്ളതാണ്, നമ്മുടെ സിലബസിലുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് വളരെ ഈസിയാണ്. മനസ്സിലായി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഭയങ്കര ഈസിയാണ്. സോ അങ്ങനെയാണ് ഓൾമോസ്റ്റ്, ഞാൻ സിലബസ് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഓൾമോസ്റ്റ് വാട്ട് വി ക്യാൻ സേ ലോജിക്കൽ റീസണിങ്ങിലെ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഈ ഒരു എഗ് ഓഫ് കൊളംബസ് ആസ്പെക്ട് ആണ്. അതായത് ആദ്യമായിട്ട് പറയുമ്പോൾ എന്തോ ഒരു സംഭവമായിട്ട് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആസ്പെക്ട് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ വൺസ് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഇറ്റ് വിൽ ബി വെരി ഈസി. അത് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് ആവാം, മൂഡ് ആൻഡ് ഫിഗർ ആവാം, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് ആവാം, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ആവാം, റീസണിങ് ആവാം, അനലോജീസ് ആവാം, വെൻ ഡയഗ്രാം ആവാം, പ്രമാണാസ് ആവാം, പ്രത്യക്ഷ, അനുമാന, ഉപമാന, ശബ്ദാർത്ഥപട്ടി, അനുപലബ്ധി, അനുമാന, വ്യാപ്തി, ഹത്വഭാഷ, ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങളോ ആവാം. ഞാൻ അത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ടോപ്പിക് തന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, ഈ പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ ഇപ്പം കാണുമ്പോൾ എന്തോ ഒരു കയറാൻ പറ്റാത്ത മലയായിരിക്കും. ഇപ്പം കാണുമ്പോൾ ഒരിക്കലും ഒരു കയറാൻ പറ്റാത്ത മലയായിരിക്കും. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഓക്കെ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇത് ഒന്ന് ഇരുന്നിട്ട് ആദ്യത്തെ മനസ്സിലാക്കലിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആ ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി, വൃത്തിയിൽ പഠിച്ച, നന്നായിട്ട് പഠിച്ച ഏറ്റവും ഈസി ടോപ്പിക് ലോജിക്കൽ റീസണിങ് ആണ്. പക്ഷെ ആ ഒരു അതിലേക്ക് ഇറങ്ങി വരാനൊരു ധൈര്യം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഏറ്റവും ടഫ് ലോജിക്കൽ റീസണിങ് ആണ്. ഓക്കെ, ഏറ്റവും ടഫ് ലോജിക്കൽ ഒറ്റ ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്നുള്ള ഒരു ടോപ്പിക്. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്നുള്ള ടോപ്പിക് എന്താ വെച്ചാൽ, ബേസിക്കലി ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം എന്താണ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ എക്സാമിന് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് കണ്ടിട്ടുണ്ടാവും. among the following prepositions, two are related in such a way that they cannot both be true but can both be false. ഓക്കെ, എന്നിട്ട് ഞാനൊക്കെ ആദ്യമായിട്ട് ഇതിന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം ആലോചിക്കാൻ നിൽക്കും അല്ലെ. കനോട്ട് ബോത്ത് ബി ട്രൂ, രണ്ടും ഒരുമിച്ചിട്ട് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവും. ചിലപ്പോൾ തോന്നും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും, പിന്നെ തോന്നും എങ്ങനെയായാലും ഇതിൽ ചോദിച്ചിട്ടുള്ളത് ശരി ഏതാണെന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എവറി സ്റ്റുഡന്റ് ഈസ് അറ്റൻറ്റീവ്, സം സ്റ്റുഡൻസ് ആർ അറ്റൻറ്റീവ്, നോ സ്റ്റുഡന്റ് ഈസ്, ഇതിന്റെ ഒക്കെ അർത്ഥം ഇങ്ങനെ മനസ്സിലുണ്ടാക്കാൻ നിൽക്കും. ഓക്കെ, ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലുണ്ടാക്കാൻ നിൽക്കും, ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാലോചിക്കാൻ നിൽക്കും. എന്നിട്ട് എല്ലാ സ്റ്റുഡന്റും അപ്പൊ എല്ലാ സ്റ്റുഡന്റും ആയ കുറച്ച് ശരിയാവില്ല, ഇതിങ്ങനെ ശരിയാവില്ല എന്ന് വെച്ച് പിന്നെ തലയിലിട്ട് ഇങ്ങനെ ഒരു കറക്കലാണ്. എന്നിട്ട് അവസാനം ഒരു ഉത്തരം കിട്ടും. ചിലപ്പോഴൊക്കെ അത് ശരിയാവും, പൂർണ്ണമായിട്ടും 100% തെറ്റാവുന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ അപ്പോഴത്തേനും നമ്മളെ മനസ്സിലിട്ട് കുറെ കളി കളിച്ചിട്ടുണ്ടാവും. ഓക്കെ, കുറെ കളി കളിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത് നമ്മൾ ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറയില്ല, ആ ഒരു ചെറിയ മൊമെന്റിന് ഓക്കെ ആകെ തല ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ അങ്ങ് നിർത്തിയിട്ട് അവസാനം ഒരു ഉത്തരം. ഇതിന് തിയററ്റിക്കൽ ആസ്പെക്ട് ഉണ്ട്, പലരും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, പലരും ഉത്തരം പറയുന്നുണ്ട് കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ബേസിക് കോഴ്സ് അതുകൊണ്ട് ഞാൻ ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇവിടെയുള്ള പലർക്കും അത് അറിയാമെന്ന് എനിക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെയായിരുന്നു ഞാൻ ഒരു സ്റ്റാർട്ടിങ് കേസിൽ ഇത് ഉത്തരം ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ അർത്ഥം വെക്കും, എന്നിട്ട് 4 ഓപ്ഷനും എന്റെ മനസ്സിൽ അതിന്റെ അർത്ഥം അറിയിക്കും. എല്ലാ സ്റ്റുഡന്റും അറ്റൻഡ് ചെയ്യുന്നവരാണ്, കുറച്ച് സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്യുന്നവരല്ല. അപ്പൊ ഇതിൽ ഏതൊക്കെ ശരിയായിരിക്കും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും. പ്രത്യേകിച്ച് തിയറി ഒന്നും എനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന ആളുകൾ ഇപ്പൊ ഉണ്ടോ ഒന്ന് പറയും? അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൻസർ ചെയ്യുന്നത് എന്ന് കരുതിയിട്ട് ആൻസർ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ? അതായത് ക്വസ്റ്റ്യൻ വായിക്കുന്നു, അർത്ഥം വായിക്കുന്നു, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ഇതിന്റെ അർത്ഥം ആലോചിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഐ എം ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ആസ്പെക്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. അങ്ങനെ അതായത് ആ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് പഠിക്കാതെ അർത്ഥം വെച്ചിട്ട് ഇത് ആൻസർ ചെയ്യുന്ന ആളുകളുണ്ട്. സോ ബേസിക്കലി എന്താണ് സ്ക്വയർ ഓഫ് അപ്പോസിഷന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തൊക്കെയാണ് സ്ക്വയർ ഓഫ് അപ്പോസിഷന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ഞാൻ മുമ്പ് യൂട്യൂബിലൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്, ബട്ട് വി ഹാവ് മെനി ന്യൂ ഫ്രണ്ട്സ്. ഐ എം ഡിസ്കസിങ് ദാറ്റ് കോൺസെപ്റ്റ്. നമ്മൾ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സംബഡി ഈസ് ആസ്കിങ് മീ ടു എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓൾസോ. അപ്പം സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട്, ഒരു ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ എന്താണ് പ്രപ്പോസിഷൻസ് എന്നുള്ളതും എന്താണ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് എന്നുള്ളതും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് പ്രപ്പോസിഷൻസ്, എന്താണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പെൻസ് ആർ പ്ലാസ്റ്റിക് ഓർ പെൻസ് ആർ ഗ്ലാസ്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഓക്കെ, ഇങ്ങനെ അതിനെ നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റും. പെൻസ് ആർ പ്ലാസ്റ്റിക്, പെൻസ് ആർ ഗ്ലാസ്. ഓക്കെ, നമുക്ക് അതിനെ ഒരു പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റും. ഇനി കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റുമ്പോൾ അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡിഫറെന്റ് കാറ്റഗറി ആക്കി മാറ്റുമ്പോൾ അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് സംതിങ് ലൈക്ക് ഞാൻ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പറയാണ് സം പെൻസ് ആർ പ്ലാസ്റ്റിക്. ഓക്കെ, ഞാൻ അതിൽ നിന്ന് പറയാണ് സം പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് ഞാൻ പറയാണ്. ഓക്കെ, സം പെൻസ് ആർ പ്ലാസ്റ്റിക്. അല്ലെങ്കിൽ ഞാൻ പറയാണ് ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്. ഓക്കെ, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് ഞാൻ പറയാണ്. അല്ലെങ്കിൽ സംതിങ് എൽസ്.
ഓക്കെ, നോ പെൻ ഈസ് എ പ്ലാസ്റ്റിക് എന്ന് പറയാണ്, അല്ലെങ്കിൽ നമ്മൾ സം ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയണം. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റുമ്പോൾ, ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇതിനെ ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റുമ്പോൾ അതിനെ നമ്മൾ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയും. സിമ്പിൾ. ഒരു സെന്റൻസ് പറയുമ്പോൾ അതിനെ പ്രപ്പോസിഷൻ, അതിനെ ഡിഫറെന്റ് കാറ്റഗറി ആക്കി മാറ്റുമ്പോൾ അതിനെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻസ് എന്ന് പറയും. ഓക്കെ, അപ്പം ശരിക്കും നമുക്കുള്ള കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആയിട്ട് നമ്മൾ 4 എണ്ണമാണ് പറയാം. വി ഹാവ് ദി ഓൾ, എ എന്നുള്ള സിമ്പിൾ ഇടും. നോ, വി ഹാവ് ദ ഇ സിമ്പിൾ. ദെൻ വി ഹാവ് സം വിത്ത് ദ ഐ സിമ്പിൾ, ആൻഡ് വി ഹാവ് ദ സം നോട്ട് വിത്ത് ദ ഓ സിമ്പിൾ. ഓക്കെ, ഓൾ, നോ, സം നോട്ട് എന്നുള്ള 4 കാറ്റഗറി ആയിട്ടാണ്, 4 കാറ്റഗറി ആക്കിയിട്ടാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. സോ വി സേ ഓൾ, നോ, സം നോട്ട് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പറയും. ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പറയും. ഇനി സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിഫറെന്റ് കാറ്റഗറീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറയുന്നത്. സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ഇസ് എ ചാർട്ട് ദാറ്റ് ഷോസ് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ. ഒന്നുകൂടി, പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്, എല്ലാ പെൻസും പ്ലാസ്റ്റിക് ആണ്, അല്ലെങ്കിൽ എല്ലാ പെൻസും എന്ന് പറയുന്നില്ല, പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്, അതാണ് പ്രപ്പോസിഷൻ. ഈ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ള പ്രപ്പോസിഷനെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറി ആക്കുമ്പോൾ, ഓക്കെ, പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ള പ്രപ്പോസിഷനെ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറി ആക്കുമ്പോൾ, ഓക്കെ, കാറ്റഗറി ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ വാട്ട് വി ക്യാൻ സേ, നമ്മൾ അതിനെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ അതിനെ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് നമ്മൾ പറയും. ഓക്കെ, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയും. ഇനി ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനെ, ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ, ഓക്കെ, റിലേഷൻഷിപ്പിനെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറയും. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ഇത്ര മനസ്സിലാക്കാം. ഇതിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ടുകളാണ്. ആദ്യം നമുക്ക് ദ ഹോൾ ആസ്പെക്റ്റിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റിനെ 4 സംഭവങ്ങളായിട്ട് നമുക്ക് പറയാം. 4 സംഭവങ്ങളായിട്ട് പറയാം. ദിസ് ഈസ് എ ഓൾ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ എ. ഓക്കെ, സോറി, ദിസ് ഈസ് എ ഓൾ which is denoted by a. This is a no which is denoted by e. This is a sum which is denoted by I, and this is a o which is denoted by sum not. Okay, which is denoted by sum not. Okay, which is denoted by sum not. So ഇങ്ങനെയുള്ള 4 ആസ്പെക്റ്റിലാണ് നമുക്ക് ഒരു പ്രപ്പോസിഷനെ, ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഓള്, നോ, സം നോട്ട്. ഇതിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 2 സംഭവങ്ങളെ, ഓളിനെയും നോയെയും കൂടി നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് യൂണിവേഴ്സൽ. ഓക്കെ, എക്സാമിന് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടോ? ഓളിനെയും നോയെയും നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് നമ്മൾ യൂണിവേഴ്സൽ എന്നുള്ളത്. നിങ്ങൾ അതിനെ തന്നെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലും പറയട്ടോ. ഓക്കെ, ഓളിനെയും നോയെയും നമ്മൾ പറയുന്നതാണ് യൂണിവേഴ്സൽ എന്നുള്ളത്. ഇനി സമ്മിനെയും സം നോട്ടിനെയും നമ്മൾ പറയുന്നതാണ് പെർട്ടിക്കുലർ എന്നുള്ളത്. ഓക്കെ, സമ്മിനെയും സം നോട്ടിനെയും നമ്മൾ പറയുന്നതാണ് പെർട്ടിക്കുലർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഓളിനെയും നോയെയും യൂണിവേഴ്സൽ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് സിമ്പിൾ. ഓളിന്റെ കേസിലും നോയുടെ കേസിലും നമ്മൾ ആ ഒരു യൂണിറ്റിൽ വരുന്ന എല്ലാവരെയും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കാറ്റും റാറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ, ഓക്കെ, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ പെൻസും പ്ലാസ്റ്റിക് ആണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാ പെൻസും പ്ലാസ്റ്റിക് ആണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ നോ പെൻ ഈസ് എ പ്ലാസ്റ്റിക്, ഒരു പെന്ന് പോലും പ്ലാസ്റ്റിക് അല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ 100 പെന്നുണ്ടെങ്കിൽ ആ 100 പെന്നിനെയും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓളിനെയും നോയെയും നമ്മൾ യൂണിവേഴ്സൽ എന്നാണ് നമ്മൾ പറയാം. ഇനി സമ്മിനെയും സം നോട്ടിനെയും നമ്മൾ പെർട്ടിക്കുലർ എന്നാണ് പറയാം. പെർട്ടിക്കുലർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പാർട്ട് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. സം ബോയ്സ് ആർ ഹാർഡ് വർക്കിംഗ്, സം സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ക്വാളിഫൈ JRF എന്ന് പറയുമ്പോൾ ഹോൾ സ്റ്റുഡൻസിനെ നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മളെ അടുത്തുള്ള നമുക്ക് അറിയുന്ന സ്റ്റുഡൻസിലുള്ള ഒരു പാർട്ടിനെ മാത്രമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സം സ്റ്റുഡൻസ് ആർ ഹാർഡ് വർക്കിംഗ് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പെർട്ടിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. ഇനി സം നോട്ട്, സം സ്റ്റുഡൻസ് ആർ നോട്ട് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുമ്പോഴും പെർട്ടിക്കുലർ ആണ്, ഒരു പാർട്ടിനെ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഒരു പാർട്ടിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഓളിനെയും സമ്മിനെയും നമ്മൾ പറയുന്നതാണ് അഫർമേറ്റീവ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓളിനെയും സമ്മിനെയും പറയുന്നതാണ് അഫർമേറ്റീവ്. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഇംപ്ലിക്കേഷൻ. ഓൾ കാറ്റ്സ് ആർ റാറ്റ്സ് അല്ലെങ്കിൽ ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് ഒരു പോസിറ്റീവ് ആണല്ലോ. സം പെൻസ് ആർ പ്ലാസ്റ്റിക് അതും ഒരു പോസിറ്റീവ് ആണല്ലോ. ഇതിനെയാണ് അഫർമേറ്റീവ്. അടുത്ത നോയെയും സംനോട്ടിനെയും ആണ് നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ നെഗേഷൻ എന്ന് പറയും. ഓക്കെ, നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ നെഗേഷൻ എന്ന് നമ്മൾ പറയും നോയെയും സംനോട്ടിനെയും. ഓക്കെ, നോയെയും സംനോട്ടിനെയും നമ്മൾ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ നെഗേഷൻ എന്ന് പറയും. കാരണം രണ്ട് കേസിലും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഓളിനെ യൂണിവേഴ്സൽ അഫർമേറ്റീവ് എന്ന് പറയാം, നമുക്ക് സമ്മിനെ പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയാം, നമുക്ക് നോയെ യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം, നമുക്ക് ഓയെ പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പെർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓൾ കാറ്റ്സ് ആർ ബാഡ്സ്. ഇത് ഏത് ടൈപ്പാണ്? ഇത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. സം കാറ്റ്സ് ആർ നോട്ട് ബാഡ്സ്. ഇത് ഏതാണ്? ഇത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. ഇനി നോ പെൻസ് ആർ പെൻസിൽ, ഇത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇതാണ് ആദ്യമായിട്ട് നമുക്ക് സ്ക്വയർ ഓഫ് അപ്പോസിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഓൾ ടൈഗേഴ്സ് ആർ അനിമൽസ്, ഓൾ കാറ്റ്സ് ആർ ബാറ്റ്സ്, ഓൾ റാറ്റ്സ് ആർ പെൻസിൽ, ഓൾ ടേബിൾസ് ആർ ഫർണിച്ചേഴ്സ്. ഇങ്ങനെയുള്ള ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് വരും. അല്ലെങ്കിൽ സം ബാറ്റ്സ് ആർ, സം ബാറ്റ്സ് ആർ നോട്ട്, നോ കാറ്റ്സ് ആർ എന്നിട്ട് ചോദിക്കും ഇത് വാട്ട് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത്. വെദർ ഇറ്റ്സ് എ യൂണിവേഴ്സൽ അഫർമേറ്റീവ്, വെദർ ഇറ്റ്സ് എ യൂണിവേഴ്സൽ നെഗറ്റീവ്, വെദർ ഇറ്റ്സ് എ പെർട്ടിക്കുലർ അഫർമേറ്റീവ്, വെദർ ഇറ്റ്സ് എ പെർട്ടിക്കുലർ നെഗറ്റീവ് എന്നുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. ഓൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, നോ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്, സം എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്, സം നോട്ട് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. സോ ഇതാണ് സ്ക്വയർ ഓഫ് അപ്പോസിഷനിലെ ആദ്യത്തെ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2020 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈസ് ഇറ്റ് ക്ലിയർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ, നേരത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫാൾസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് തിയറി നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ഒരു ബേസിക് തിയറി പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു ആസ്പെക്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട് എന്നുള്ളത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ആസ്പെക്ട്. ഓക്കെ, ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഓക്കെ മനസ്സിലായതിൽ സന്തോഷം. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ആസ്പെക്ട്. അടുത്തൊരു ആസ്പെക്റ്റിൽ വരുന്ന ഒരു സംഭവമാണ് ദ കോൺസെപ്റ്റ് ഓഫ് കോൺട്രറി. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് കോൺട്രഡിക്ടറി, സബ് കോൺട്രറി ആൻഡ് സബാൾട്ടേൺ എന്നുള്ളത്. ഓക്കെ, ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇതിൽ. അതായത് നമ്മൾ പറഞ്ഞു സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആയിട്ടുള്ള, അല്ലെ, സ്ക്വയർ ഓഫ് അപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗോറിക്കൽ പ്രപ്പോസിഷൻ ആയിട്ടുള്ള ഓള്, സമ്മ്, സം നോട്ട്, അതുപോലെ തന്നെ നോ, ഇവയൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നതാണ് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ. അതിന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു ബേസിക് തിയററ്റിക്കൽ ആസ്പെക്ട് ആണ്. ഇനി അപ്പൊ ഈ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ ഈ റിലേഷൻഷിപ്പിന് എന്താ പറയാ? ഓളും നോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺട്രറി എന്ന് പറയാം. ഓളും നോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺട്രറി എന്ന് പറയാം. ഓക്കെ, ഓളും നോയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺട്രറി എന്ന് പറയാം. ഇനി ഓളും നോയും തമ്മിലുള്ളതിനെ കോൺട്രറി എന്ന് പറയും. സമ്മും സം നോട്ടും ഉള്ളതിനെ നമ്മൾ സബ് കോൺട്രറി എന്ന് പറയും. ഓക്കെ, ഓളും നോയും ഉള്ളതിനെ നമ്മൾ കോൺട്രറി എന്ന് പറയും. സമ്മും സബ് നോട്ടും ഉള്ളതിനെ നമ്മൾ സബ് കോൺട്രറി എന്ന് പറയും. ഇനി നമ്മൾ ഓളും സമ്മും നോയും സം നോട്ടും ഉള്ളതിനെ നമ്മൾ സബാൾട്ടേൺ എന്ന് പറയും, അല്ലെ, സബാൾട്ടേൺ എന്ന് പറയും. ഇനി ഓളും സം നോട്ടും നോയും സമ്മിനെയും നമ്മൾ കോൺട്രഡിക്ടറി എന്ന് പറയും. ആകെ കൺഫ്യൂഷൻ ആവുന്നു വേണ്ട കേട്ടോ. ഓക്കെ, ഓളും നോയും ഇതിനെ നമ്മൾ കോൺട്രറി എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ കോൺട്രറി എന്ന് പറയും. ഓക്കെ, then we have sum and sum not. We have
സം ആൻഡ് സം നോൺ, ഇതിനെ നമ്മൾ സബ് കോൺട്രി എന്ന് പറയും. ഓക്കെ, ഇതിനെ നമ്മൾ സബ് കോൺട്രി എന്ന് പറയും. ഇനി ഈ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഈ രണ്ട് റിലേഷൻഷിപ്പിനെയും നമ്മൾ സബാൾട്ടേൺ എന്ന് പറയും. സബാൾട്ടേൺ. ഇനി ഈ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ഇ ആൻഡ് ഐ, എ ആൻഡ് ഒ, അതിനെ നമ്മൾ കോൺട്രഡിക്ടറി എന്ന് പറയും. കോൺട്രഡിക്ടറി എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിനയൽ. ഓക്കെ, കോൺട്രഡിക്ടറി എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിനയൽ എന്നുള്ളത്. ഓക്കെ, മറ്റൊരു പേരാണ് ഡിനയൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മറ്റൊരു പേരാണ് ഡിനയൽ. സോ ഇതാണ് റിലേഷൻഷിപ്പ്. ഇനി ഓരോരോ ഇതിൽ നമ്മൾ പറയുന്ന ഓരോരോ റിലേഷൻഷിപ്സിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കോൺട്രറി റിലേഷന്റെ പ്രത്യേകത, കോൺട്രറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, contrary is a relation between what we can say all and no. Every എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് all എന്നുള്ളത് തന്നെയാണ് കേട്ടോ. സോ കോൺട്രറി ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എവ്രി ആൻഡ് നോ. ഓൾ ആൻഡ് നോ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺട്രറി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ കോൺട്രറി എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺട്രഡിന്റെ മറ്റൊരു കോൺട്രഡിയുടെ പ്രത്യേകത, കോൺട്രഡിക്ടറിയുടെ മറ്റൊരു പേരാണ് ഡിനയൽ കേട്ടോ. സംബഡി ഹസ് ആസ്ക്ഡ് അബൌട്ട് കോൺട്രഡിക്ടറിയുടെ മറ്റൊരു പേരാണ് ഡിനയൽ എന്നുള്ളത്. കോൺട്രഡിക്ടറിയുടെ മറ്റൊരു പേരാണ് ഡിനയൽ. അപ്പൊ കോൺട്രഡിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബോത്ത്, കോൺട്രഡിയുടെ ഒരു പ്രത്യേകത ബോത്ത് cannot be true, both cannot be true, both can be false. Both can be false. ഇതാണ് കോൺട്രഡിയുടെ പ്രത്യേകത. കോൺട്രഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓള് എന്നുള്ളതും നോ എന്നുള്ളതും ഒരുമിച്ച് ഒരിക്കലും ട്രൂ ആവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ പെന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ പെന്നും പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത് ശരിയായ, നോ പെൻ ഈസ് പ്ലാസ്റ്റിക്, ഒരു പെന്നും പ്ലാസ്റ്റിക് അല്ല എന്നുള്ളത് തെറ്റാണ്. നോ പെൻ ഈസ് പ്ലാസ്റ്റിക് ശരിയായ, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളത് തെറ്റാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കോൺട്രറി റിലേഷനിൽ വരുന്ന എവ്രി നോ, കോൺട്രറി റിലേഷനിൽ വരുന്ന എവ്രി നോ, ഓൾ ആൻഡ് നോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, കോൺട്രറി റിലേഷനിൽ പറയുന്ന എവ്രി നോ, ഓൾ ആൻഡ് നോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ആസ്പെക്ട് എന്നുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആസ്പെക്ട് എന്നുള്ളത്, രണ്ടും ഒരുമിച്ച് ഒരിക്കലും ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവാം. ഒരുമിച്ച് ശരിയാവില്ല എന്ന് കരുതി ഒരുമിച്ച് തെറ്റാവാൻ പാടില്ല എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ ഉദാഹരണമായിട്ട് നോക്കിക്കോളി, 50 പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് കരുതാം. 50 പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് നമ്മൾ കരുതാം. 50 പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് കരുതാം. 50 പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് കരുതുമ്പോൾ ഓൾ പെൻസ് ആർ 50, നമ്മളടുത്ത് 100 പെന്നുണ്ട്, 50 പെന്ന് പ്ലാസ്റ്റിക്കും ആണ്, 50 പെന്ന് ഗ്ലാസും ആണെന്ന് കരുതാം. നമ്മളടുത്ത് 100 പെന്നുണ്ട്, 50 പെന്ന് പ്ലാസ്റ്റിക്കും ആണ്, 50 പെന്ന് ഗ്ലാസും ആണ്. ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക് എന്നുള്ളത് തെറ്റാണ് അല്ലെ? കാരണം എന്താ വെച്ചാൽ 50 പെന്ന് ഗ്ലാസ് ഉണ്ട്. ഇനി നോ പെൻ ഈസ് എ പ്ലാസ്റ്റിക്, ഒരു പെന്നും പ്ലാസ്റ്റിക് അല്ല എന്നുള്ളതും തെറ്റാണ്. കാരണം എന്താ? 50 പെന്ന് പ്ലാസ്റ്റിക് ആണ്. അപ്പം രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്, പക്ഷെ രണ്ടും ഒരുമിച്ച് ട്രൂ ആവാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്ര മനസ്സിലാക്കുക, കോൺട്രറി എന്ന് പറഞ്ഞാൽ കോൺട്രറി എന്ന് പറഞ്ഞാൽ ബോത്ത് ക്യാൻ ബി ഫാൾസ് ബട്ട് ബോത്ത് കനോട്ട് ബി ട്രൂ. രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ രണ്ടും ഒരുമിച്ച് ട്രൂ ആവാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒന്നുകൂടി പറയാൻ പറഞ്ഞത് കൊണ്ടാണ്, ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്, നോ പെൻസ് ഈസ് പ്ലാസ്റ്റിക്. ഇത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും ശരിയാവില്ല. എല്ലാ പെന്നും പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒരു പെന്നും പ്ലാസ്റ്റിക് അല്ല എന്നുള്ളത് തെറ്റാണ്. ഒരു പെന്നും പ്ലാസ്റ്റിക് അല്ല എന്നുള്ളത് ശരിയാണെങ്കിൽ എല്ലാ പെന്നും പ്ലാസ്റ്റിക് ആണെന്നുള്ളത് തെറ്റാണ്. ഇനി ഇത് രണ്ടും തെറ്റാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. എല്ലാ കേസിലും ഇത് തെറ്റാണെന്നുള്ളതല്ല, ശ്രദ്ധിക്കാം. എല്ലാ കേസിലും ഇത് രണ്ടും തെറ്റാവണം എന്നുള്ളതല്ല, പക്ഷെ ഒരു കേസിലും ഇത് രണ്ടും ശരിയാവാനുള്ള ഒരു സാധ്യതയില്ല. ഒരിക്കലും ഒരു 0.1% പോലും ഇത് ഒരുമിച്ച് ശരിയാവില്ല, പക്ഷെ ഇത് ഒരുമിച്ച് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്. കൂടെ കേസ് അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളടുത്ത് 100 പെന്നുണ്ട്, അതിൽ നമ്മൾ 50 പെന്ന് പ്ലാസ്റ്റിക് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു,
50 പെന്ന് ഗ്ലാസ് ആണെന്ന് കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളടുത്ത് 100 പെന്ന് ഉണ്ട്, അതിൽ 50 പെന്ന് പ്ലാസ്റ്റിക് ആണ്, 50 പെന്ന് ഗ്ലാസ് ആണ്. അത് ഞാൻ അങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ പെൻസ് ആർ പ്ലാസ്റ്റിക്, എല്ലാ പെൻസും പ്ലാസ്റ്റിക് ആണ്. തെറ്റാണല്ലോ, കാരണം 50 പെന്ന് ഗ്ലാസ് ആണ്. തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോ പെൻ ഈസ് പ്ലാസ്റ്റിക്, ഒരു പെന്നും പ്ലാസ്റ്റിക് ഇല്ല. അതും തെറ്റാണല്ലോ, കാരണം എന്റെ കയ്യിൽ 50 പെന്ന് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ. ഓക്കെ, സോ ബോത്ത് ക്യാൻ ബി ഫാൾസ്. സംബഡി ഹാസ് ആസ്ക്ഡ് എങ്ങനെയാണ് രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവുക എന്നുള്ളത് ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ആൻസർ. ഓക്കെ, അതാണ് നമുക്ക് അതിന് നമുക്ക് പറയാനുള്ള ആൻസർ അതാണ്. ഓക്കെ, അതിന് പറയാനുള്ള ആൻസർ അതാണ്. സോ ബേസിക്കലി ഇത്ര മനസ്സിലാക്കുക, കോൺട്രി എന്ന് പറഞ്ഞാൽ ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ്. ഓക്കെ, രണ്ടും ഒരുമിച്ച് ഒരിക്കലും ട്രൂ ആവില്ല, പക്ഷെ രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കോൺട്രി. ഇനി കോൺട്രഡിക്ടറി, നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യണം. ഇനി കോൺട്രഡിക്ടറി അല്ല, കോൺട്രി കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതാണ് സബ് കോൺട്രി. ഓക്കെ, കോൺട്രി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളതാണ് സബ് കോൺട്രി. ഓക്കെ, സബ് കോൺട്രി എന്നുള്ളത്, സബ് കോൺട്രി എന്ന് പറഞ്ഞാൽ, ഓക്കെ, സബ് കോൺട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സബ് കോൺട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രിയുടെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സത്യം പറഞ്ഞാൽ സബ് കോൺട്രി എന്നുള്ളത്. സബ് കോൺട്രി എന്ന് പറഞ്ഞാൽ കോൺട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ കോൺട്രിയിൽ നമ്മൾ പറഞ്ഞത് എന്താ? ബോത്ത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം, കോൺട്രിയിൽ നമ്മൾ പറഞ്ഞത് എന്താ? ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സബ് കോൺട്രി. ബോത്ത് ക്യാൻ ബി ട്രൂ, both cannot be false. ഇവിടെ എങ്ങനെയാണ്? ബോത്ത് കനോട്ട് ബി ട്രൂ. അപ്പൊ ഇവിടെ എന്തായി? ബോത്ത് ക്യാൻ ബി ട്രൂ. ഇവിടെ എന്താണ്? ബോത്ത് ക്യാൻ ബി ഫാൾസ്. ഇവിടെ എന്തായി? ബോത്ത് കനോട്ട് ബി ഫാൾസ്. കോൺട്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സബ് കോൺട്രി എന്നുള്ളത്. കോൺട്രി എന്ന് പറഞ്ഞാൽ വി ഹാവ് ഓളും നോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കോൺട്രി എന്നുള്ളത്. സബ് കോൺട്രി എന്ന് പറഞ്ഞാൽ സമ്മും സംനോട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സബ് കോൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, സമ്മും സംനോട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സബ് കോൺട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സബ് കോൺട്രി എന്ന് പറയുന്നത് അത്ര മനസ്സിലാക്കാം. എക്സാമ്പിൾ, സം പെൻസ് ആർ പ്ലാസ്റ്റിക്, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക്. ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. കോൺട്രി എങ്ങനെ പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സബ് കോൺട്രി എന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ഒരു എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ. ഇനി ഉള്ളതാണ് കോൺട്രഡിക്ടറി. കോൺട്രഡിക്ടറി എന്ന് പറയുമ്പോൾ നേരത്തെ ആരോ ചോദിച്ചു, അതിന്റെ ആൻസറും അപ്പം വേറെ ആരോ പറഞ്ഞെടുത്തു. ഗുഡ്. കോൺട്രഡിക്ടറിയുടെ മറ്റൊരു പേരാണ് നമ്മൾ ഡിനയൽ എന്നുള്ളത്. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ ഓളും സംനോട്ടും. ഓക്കെ, കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ ഓളും സംനോട്ടും അതുപോലെ തന്നെ നോയും സമ്മും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. കോൺട്രഡിക്ടറി ഓർ ഡിനയൽ എന്ന് പറഞ്ഞാൽ ഓള് സംനോട്ട് അതുപോലെ തന്നെ നോ സം. ഓക്കെ, ഓള് സംനോട്ട് അല്ലെങ്കിൽ നോ സം, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺട്രഡിക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം രണ്ട് പേരുണ്ടാവും. ഇതുവരെ ഉള്ളതിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം വരച്ചപ്പോൾ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കോൺട്രഡിയിൽ ഒറ്റ പേരേ ഉള്ളൂ, സബ് കോൺട്രഡിയിൽ ഒറ്റ പേരേ ഉള്ളൂ. പക്ഷെ സബാൾട്ടേണിൽ 2 പേരുണ്ട്. അതുപോലെ തന്നെ കോൺട്രഡിക്ടറിയിലും 2 പേരുണ്ട്. ഓക്കെ, കോൺട്രഡിക്ടറിയിലും ഇവിടെയൊക്കെ നോക്കുക, കോൺട്രഡിയിൽ ഒറ്റ പേരേ ഉള്ളൂ, എ ആൻഡ് ഇ. സബ് കോൺട്രറി നോക്കുക, ഒറ്റ പേരേ ഉള്ളൂ, ഐ ആൻഡ് ഒ. ഓക്കെ, ഐ ആൻഡ് ഒ. കോൺട്രഡിക്ടറിയിൽ 2 പേരുണ്ട്, 1 2, 2 പേരുണ്ട്. കോൺട്രഡിക്ടറിയുടെ പ്രത്യേകത എന്നുള്ളത്, ഓക്കെ, കോൺട്രഡിക്ടറിയുടെ പ്രത്യേകത എന്നുള്ളത് ബോത്ത് cannot be true. Both cannot be true. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല. Both cannot be false. Both cannot be true. Both cannot be true. Both cannot be false. ഓക്കെ, ഇതാണ് കോൺട്രഡിക്ടറി. രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫാൾസും ആവില്ല. ഓക്കെ, ഇപ്പം ഓൾ പെൻ ഈസ് പ്ലാസ്റ്റിക്, സം പെൻസ് ആർ നോട്ട് പ്ലാസ്റ്റിക് എന്നുള്ളത് ഒരുമിച്ചൊരിക്കലും ട്രൂ ആവില്ല, അതുപോലെ തന്നെ ഒരുമിച്ചൊരിക്കലും ഫാൾസ് ആവുകയും ചെയ്യില്ല. ഓക്കെ, ഒരുമിച്ച് ട്രൂ ആവില്ല, ഒരുമിച്ച് ഫാൾസും ആവില്ല എന്നുള്ളതാണ് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഓക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 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 ഓക്കെ ഒരു കേസ് എന്നുള്ളത്. ഓക്കെ, ഇനി സബാൾട്ടേൺ. ഓക്കെ, അടുത്തതാണ് സബാൾട്ടേൺ. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ എയും ഐയും അതുപോലെ തന്നെ ഇയും ഓയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സബാൾട്ടേൺ. ഓക്കെ, എയും ഐയും ഇതുപോലെ തന്നെ ഇയും ഓയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്ക് സബാൾട്ടേൺ എന്ന് നമുക്ക് പറയാനുള്ളത്. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ ഓക്കെ കോൺട്രഡിക്റ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. കണക്ഷൻ പോകരുത് കേട്ടോ. കോൺട്രറി, ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് ക്വസ്റ്റ്യനിൽ എവിടെ വരാന്നുള്ളതിലേക്ക് ഞാൻ വരാട്ടോ. ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ്, കോൺട്രറി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫാൾസ്, സബ് കോൺട്രറി. ഇനി കോൺട്രഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ബോത്ത് കനോട്ട് ബി ട്രൂ, ബോത്ത് കനോട്ട് ബി ഫാൾസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് സബാൾട്ടേൺ. ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ്. കോൺട്രഡിക്റ്റ് ആകുമ്പോൾ രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫാൾസും ആവില്ല. ഓക്കെ, കോൺട്രഡിക്ടറി എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ച് ട്രൂ ആവില്ല, രണ്ടും ഒരുമിച്ച് ഫാൾസും ആവില്ല കോൺട്രഡിക്ടറിയുടെ കേസിൽ. ബട്ട് വെൻ ഇറ്റ് കംസ് ടു what we can say subaltern, both can be true and both can be false. ഓക്കെ, രണ്ടും ഒരുമിച്ച് ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, രണ്ടും ഒരുമിച്ച് ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്, രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, രണ്ടും ഒരുമിച്ച് ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്, രണ്ടും ഒരുമിച്ച് ഫാൾസ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ദിസ് ഈസ് കോൺട്രഡിക്ടറി. ഓക്കെ, ആൻഡ് സബാൾട്ടേൺ. ഇനി നമുക്കൊരു ഒരു ജസ്റ്റ് കൂടുതൽ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇത് ഒരു ടാബിലൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാമെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ടാബിലൂടെ നമുക്ക് റിവൈസ് ചെയ്യാം ഒന്ന് എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട്. സപ്പോസ് ദിസ് ഈസ് ഇറ്റ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വൺ എക്സാമ്പിൾ അല്ല, ഒന്നിലധികം എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഒന്നിലധികം എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. മുമ്പത്തെ സ്ലൈഡൊക്കെ ചോദിക്കുന്നു. ഞാൻ ഈ ടാബിൾ ഒന്ന് വരക്കാം. വരച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും സ്ലൈഡ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ, കാണിച്ചു തരാം. relationship pairs both true, both false. Okay, so we have contrary, we have subcontrary, we have contradictory, we have subaltern. Okay, we have contrary, subcontrary, contradictory and subaltern. Contrary എന്ന് പറഞ്ഞാൽ എ ആൻഡ് ഇ തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലെ, നമുക്കറിയാം. സബ് കോൺട്രറി എന്ന് പറഞ്ഞാൽ ഐ ആൻഡ് ഒ തമ്മിലുള്ള റിലേഷൻ ആണ്. കോൺട്രഡിക്ടറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ ആൻഡ് ഒ, അതുപോലെ തന്നെ ഇ ആൻഡ് ഐ. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ഐ, ഇ ആൻഡ് ഒ. ഇനി കോൺട്രറിയുടെ കേസിൽ ബോത്ത് ട്രൂ ആവുമോ? ബോത്ത് ട്രൂ ആവില്ല. ബോത്ത് ട്രൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സെറ്റ് ആണ്, വിച്ച് മീൻസ് ബോത്ത് കനോട്ട് ബി ട്രൂ. ബോത്ത് ഫാൾസ് ആവോ? ബോത്ത് ഫാൾസ് ആവും. സബ് കോൺട്രറി അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ബോത്ത് ട്രൂ ആവോ? ട്രൂ ആവും. ബോത്ത് ഫാൾസ് ആവോ? ഫാൾസ് ആവില്ല. കോൺട്രഡിക്ടറിയോ? ബോത്ത് ട്രൂ ആവോ? ആവില്ല.
ബോത്ത് ഫാൾസ് ആവോ? ആവില്ല. സബാൾട്ടേൺ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ബോത്ത് ക്യാൻ ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ്. സിമ്പിൾ. ഓക്കെ, സിമ്പിൾ. ഇത്രയേ ഉള്ളൂ. ഇത്ര ഈ ടാബിള്, ഓക്കെ, ഇത്ര ഈ ടാബിള് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്ര ഈ ഒരു ടാബിള് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത്ര ഈ ടാബിള് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈസ് ഇറ്റ് ക്ലിയർ എന്നുള്ളത് ഒന്ന് പറയുക കേട്ടോ. ഈസ് ഇറ്റ് ക്ലിയർ എന്നുള്ളത് ഒന്ന് പറയുക. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാ. ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പം എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ബോത്ത് ക്യാൻ നോട്ട് ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ്. ബോത്ത് ക്യാൻ നോട്ട് ബി ട്രൂ, ബോത്ത് ക്യാൻ ബി ഫാൾസ് എന്ന് പറയുന്ന സമയത്ത് അത് കോൺട്രറി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വരണം. Okay, both cannot be true, both cannot be false. That's contradictory or denial. Both can be true, both can be false. That is subaltern. Both can be true, both cannot be false. That is subcontrary. ഇത് പറയുന്ന സമയത്ത് അത്ര പെട്ടെന്ന് പറയണമെന്നില്ല, കുറച്ച് സമയം എടുത്തിട്ട് മനസ്സിലേക്ക് വന്നാലും മതി കേട്ടോ, നോ ഇഷ്യൂ. പക്ഷെ അത് നമ്മളെ മനസ്സിലേക്ക് വരണം എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മളെ മനസ്സിലേക്ക് വരണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കേസ്. ഓക്കെ, മനസ്സിലാക്കേണ്ട ഒരു കേസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇതിന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട്. ഓക്കെ, ഇതിന്റെ ഒരു തിയററ്റിക്കൽ ആസ്പെക്ട് ഇത്രയാണ്. തിയററ്റിക്കൽ ആസ്പെക്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് കൂടി നോക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത് കൂടിയിട്ട് നമുക്ക് നോക്കാം. Yeah, these are the slides. Okay, contrary. Okay, subcontrary, contradictory, subaltern. Okay, the relationship. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ, എക്സാമിന് ചിലപ്പോൾ എന്താ തന്നിട്ടുണ്ടാവാന്ന് ചോദിച്ചാൽ, എക്സാമിന് തന്നിട്ടുണ്ടാവാം. ഓക്കെ, എക്സാമിന് തന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ എക്സാമിന് അവര് തന്നിട്ടുണ്ടാവും. what we can say, they would have given you both cannot be true, both cannot be false. Both cannot be true, both cannot be false. അപ്പൊ പെട്ടെന്ന് നമ്മളെ മനസ്സിലാക്കി എത്തണം, this is a contradictory relationship. Point number 1. അതായത് നമ്മൾ ഈ ടേബിൾ ഉണ്ടല്ലോ, ഇതങ്ങ് തന്നിട്ടുണ്ടാവും, both cannot be true, both cannot be false. അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്കി എത്തണം ഇതൊരു കോൺട്രഡിക്ടറി ആണ്. അത് കോൺട്രഡിക്ടറി ആണ് മനസ്സിലേക്ക് എത്തിയാൽ അടുത്തതായിട്ട്, അത് കോൺട്രഡിക്ടറി ആണ് എന്ന് മനസ്സിലേക്ക് എത്തിയാൽ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എ ആൻഡ് ഒ ആണ്, ഇ ആൻഡ് ഐ ആണ്. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് എ ആൻഡ് ഒ ആണ്, ഇ ആൻഡ് ഐ ആണ്. ഓക്കെ, ഇ ആൻഡ് ഐ ആണ്. ഇതാണ് എത്തേണ്ടത്. ചിലപ്പോൾ നേരെ ഒരു കോൺട്രഡിക്ടറിയും തരും. ഓക്കെ, ഡിനയൽ എന്ന് തരും. അപ്പൊ നേരെ ഏതൊക്കെയാണ് പേഴ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ദ ഹോൾ ഈ ഒറ്റ ടാബിൾ മനസ്സിലാക്കി ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു സ്കോർ മാർക്സ്. ഓക്കെ, ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു സ്കോർ മാർക്സ് എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഓക്കെ, എവ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, എവ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ എന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ നിങ്ങൾ നോക്കാം. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് ചോദിച്ചാൽ, ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ പറഞ്ഞിട്ടുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എമംഗ് ദ ഫോളോയിങ് പ്രപ്പോസിഷൻസ്, okay, among the following propositions, two are related in such a way that they cannot both be true but can both be false. Select the quotes that say states those two prepositions. Okay, that's states those two prepositions എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം വരും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ശരിക്കും നിങ്ങൾക്ക് വാക്കിന്റെ അർത്ഥം വരുന്നത് എവിടെയാണ്? സ്റ്റുഡന്റ് അറ്റൻറ്റീവ്. ഇതാണല്ലോ ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് ഒരു അർത്ഥം വരുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഇതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഇതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട. ഇതിന്റെ ഉത്തരം കിട്ടാൻ നിങ്ങൾക്ക് സ്റ്റുഡന്റിനെ ആലോചിക്കേണ്ട, അറ്റൻറ്റേറ്റീവ് ആലോചിക്കേണ്ട കേട്ടോ. അങ്ങനെ ഒരു സാധനം അല്ലാന്ന് എഴുതിക്കോളി. അത് കാറ്റ് ഈസ് എ റാറ്റ് ആവാം, റാറ്റ് ഈസ് എ ബാറ്റ് ആവാം, പെൻസ് ആർ പെൻസിൽസ് ആവാം. ഇതിന്റെ കീ സംഭവങ്ങൾ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ മുമ്പ് അർത്ഥം ആലോചിച്ചിട്ട് തല പുകച്ച് ഉത്തരം കണ്ടെത്തിയിരുന്നത്. പക്ഷെ ബേസിക്കലി ഈ വാക്കുകളൊന്നും നിങ്ങളെ മനസ്സിലേക്കേ വരേണ്ട ആവശ്യമില്ല. ഈ വാക്കുകളൊന്നും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങളും ഈ വാക്കുകളൊന്നും നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ട തന്നെ യാതൊരുവിധ ആവശ്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി
ഇതിൽ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എവ്രി, ഇത് ഏതാണ് റിലേഷൻ നോക്കുക. എവ്രി സ്റ്റുഡൻറ് ഓൾ ആണ്, എ ആണ്. സം എന്ന് പറഞ്ഞാൽ ഐ ആണ്. നോ എന്ന് പറഞ്ഞാൽ ഇ ആണ്. സം നോട്ട് എന്ന് പറഞ്ഞാൽ ഓ ആണ്. അത്ര എഴുതി വെച്ചാൽ മതി. അതിന്റെ ഉള്ളിൽ അർത്ഥമൊന്നും ആലോചിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് അർത്ഥം അറിയില്ല എന്ന് തന്നെ കൺസിഡർ ചെയ്യും. ഇനി നമ്മൾ such a way that they cannot both be true but can both be false. They cannot both be true. Cannot both be true, can both be false എന്ന് പറഞ്ഞാൽ ഏതാ റിലേഷൻ എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം അല്ലെ. Cannot both be true, can both be false, so it's a contrary. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ cannot both be true, can both be false എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടെത്തുന്നു ദാറ്റ് ഈസ് എ കോൺട്രറി റിലേഷൻഷിപ്പ്. ദാറ്റ് ഈസ് എ കോൺട്രറി, അതൊരു കോൺട്രറി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കണ്ടെത്തുന്നു. കോൺട്രറി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കണ്ടെത്തുന്നു. കോൺട്രറി റിലേഷൻഷിപ്പ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ കോൺട്രറി ഏതൊക്കെ തമ്മിലുള്ള പേരാന്ന് ആലോചിക്കുന്നു. എ ആൻഡ് ഇ. കോൺട്രറി എന്ന് പറഞ്ഞാൽ എ ആൻഡ് ഇ. അപ്പൊ ഇതിൽ എ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇ ഏതാണ്? ഓപ്ഷൻ സി. സോ ഉത്തരം എ ആൻഡ് സി, ഓപ്ഷൻ 2. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റുഡന്റിനെ കുറിച്ചോ അറ്റൻഷനെ കുറിച്ചോ മലയാളത്തിലുള്ള ഒരർത്ഥം ആലോചിച്ചിട്ടില്ല. ഒരർത്ഥം നമ്മൾ ആലോചിച്ചിട്ടില്ല. അത് കാറ്റ്, കാരണം പലപ്പോഴും ഇത് എപ്പോഴാ വരിക എന്ന് ചോദിച്ചാൽ ഇതിലൊന്നും വലിയ പ്രശ്നമല്ല. നിങ്ങൾക്ക് അർത്ഥം ആലോചിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കറക്റ്റ് നമുക്ക് കുറെയൊക്കെ ഉത്തരം കിട്ടും. പക്ഷെ ചില എക്സാമിന് ക്വസ്റ്റ്യൻകൾ കണ്ടിട്ടില്ലേ, സം ടൈഗേഴ്സ് ആർ ലയൺസ്. ടൈഗേഴ്സ് ആർ ലയൺസ് എന്നുള്ള അർത്ഥം ആലോചിച്ചാൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഓക്കെ, നമുക്ക് ഒരിക്കലും തലയിൽ അതങ്ങ് പിടിപ്പിക്കാൻ കഴിയില്ല. സ്റ്റുഡൻസ് ആർ അറ്റൻറ്റീവ് എന്നുള്ളതൊക്കെ മനുഷ്യന്മാർക്ക് പിന്നെ നമുക്ക് അത് ആലോചിക്കാൻ പറ്റും അല്ലെ. പക്ഷെ നമുക്ക് സം ടൈഗേഴ്സ് ആർ ലയൺസ്, കുറച്ച് കടുവകള് സിംഹങ്ങളാണ് എന്ന് എങ്ങനെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റുക? നമുക്ക് അങ്ങനെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ മുമ്പ് ഉത്തരം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഐക്യുവിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു ആസ്പെക്ട് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു സംഭവത്തിന് പോലും നമ്മൾ ഉത്തരം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള സംഭവം വരുമ്പോൾ പോലും ടൈഗറിനെ കുറിച്ചോ ലയണിനെ കുറിച്ചോ നമ്മൾ ആലോചിക്കുകയേ വേണ്ട. ഓക്കെ, നമ്മൾ അങ്ങനെ ഇവിടെ ആലോചിച്ചിട്ടേ ഇല്ല. ഓക്കെ, നമ്മൾ അങ്ങനെ ഇവിടെ ആലോചിച്ചിട്ടേ ഇല്ല. നമ്മളാകെ ഓൾ ഏതാ, നോ ഏതാ, എയും ഇയും ഏതാ, ഓപ്ഷൻ ഏതാ. സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ഇനി ടൈഗർ ആയിക്കോട്ടെ, ലയൺ ആയിക്കോട്ടെ, വി ഡോണ്ട് കെയർ. ദാറ്റ്സ് ഇറ്റ്. അത്രയ്ക്ക് സിമ്പിൾ ആണ് ഈ ആസ്പെക്ട്. നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ വിൽ ബി ഓൾമോസ്റ്റ് വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ കേട്ടോ. ആരൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, among the following proposition two are related in such a way that one is a denial of the other. Denial എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, denial എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ടറി ആണ്. Two are related in such a way that one is a denial of the other. Yeah, പലരും ഉത്തരം തന്നിട്ട് നമുക്ക് നോക്കാം. വൺ ഈസ് എ ഡിനയൽ ഓഫ് ദ അതർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺട്രഡിക്ടറി ആണ്. നമ്മൾ ആദ്യം കോൺട്രഡിക്ടറി എഴുതിയിരിക്കും, അല്ലെങ്കിൽ ആദ്യത്തിന് മുമ്പ് വഴി എഴുതി വെക്കട്ടോ. ഓള്, സം വുമൺ ഐ, സം നോട്ട് ഓ, നോ ഇ. കോൺട്രഡിക്ടറി. കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? എ ആൻഡ് ഓ, ഇ ആൻഡ് ഐ. ഈ രണ്ട് സാധ്യതയുണ്ട്. അപ്പൊ ഓപ്ഷനിൽ എ ഉണ്ടോ? എ ആണ്. അപ്പം എ. ഓ ഉണ്ടോ? ഓ സി ആണ്. ഓപ്ഷനിൽ ഇ ഉണ്ടോ? ഇ ഉണ്ട്, ഡി ആണ്. ഓപ്ഷനിൽ ഐ ഉണ്ടോ? ഐ ഉണ്ട്, ബി ആണ്. ഇപ്പൊ രണ്ട് സാധ്യതയുണ്ട്, ഒന്നെങ്കിൽ എ ആൻഡ് സി അല്ലെങ്കിൽ ഡി ആൻഡ് ബി. രണ്ടും ശരി ഉത്തരാണ്. രണ്ടും ശരി ഉത്തരാണ്. എ ആൻഡ് സി ഉണ്ട്, ഡി ആൻഡ് ബി ഉണ്ടാവില്ല. ഓക്കെ, രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടിക്ക് ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് തരും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, രണ്ട് കിട്ടിയാലും രണ്ട് എഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ ബേസിക്കലി ഒന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലൈം ആസ്പെക്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. സോ വി ഹാവ് എ ആൻഡ് സി ആൻഡ് വി ഹാവ് ഡി ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് സി, ദെൻ വി ഹാവ് ഡി ആൻഡ് ബി. ഓക്കെ, ഡി ആൻഡ് ബി എന്നുള്ളതാണ് കിട്ടുക. ഇനി ഒരു ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് 2 more question. Among the following prepositions, two are related in such a way that they can both be true although they cannot both be false. Among the following prepositions, two are related in such a way that they can both be true although they cannot both be false.
ആഹാ, ഉത്തരങ്ങൾ നിങ്ങൾ എഴുതാട്ടോ. ജസ്റ്റ് 2 more question, last 2 question in this concept. Yeah, നമുക്ക് നോക്കാം. ഓക്കെ, പലരും ഉത്തരം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എൻ ഈസി വൺ അല്ലെ, അത് നമുക്കറിയാം. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. വി ഹാവ് ഇറ്റ്സ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇറ്റ്സ് ആസ് എൻ ഈസി ക്വസ്റ്റ്യൻ. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ബോത്ത് ബി ട്രൂ കനോട്ട് ബോത്ത് ബി ഫാൾസ്. ബോത്ത് ബി ട്രൂ കനോട്ട് ബോത്ത് ബി ഫാൾസ്. അതിന് മുമ്പ് നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിരിക്കുന്നു അല്ലെ, സം ഐ ഇ എ then we have O എന്നുള്ളതാണ്. So can both be true, cannot both be false. സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ഐ ആൻഡ് ഒ തമ്മിലുള്ള റിലേഷൻ. ഐ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ ആണ്. ഒ എന്ന് പറഞ്ഞാൽ ഏതാണ്? ടി ആണ്. എ ആൻഡ് ഡി ആണ്. എ ആൻഡ് ഡി എവിടെയാണ്? ഓപ്ഷൻ 4. എ ആൻഡ് ഡി ഓപ്ഷൻ 4. ഓക്കെ, ഓപ്ഷൻ 4 എന്നുള്ളതാണ് എ ആൻഡ് ഡി. സോ ഇറ്റ്സ് എൻ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. മൂവിങ് ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Yeah, give me the answers. Yeah, നോക്കാം. Among the following there are two statements which can't be true together but can be false together എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. So അത് നമ്മൾ all poets are dreamers. We have A. No poets are dreamers. We have E. Some poets are dreamers. We have I. Some poets are not dreamers. We have O. Okay, some poets are not dreamers. We have O. Any can be true together but can be false together. So it's a contrary relationship. It's a contrary relationship. Contrary is a relationship between A and E. A is option A. E is option B. So we have A and B. Option 2 is the correct answer. Okay, we have A and B. Option 2 is the correct answer. For this particular question, we have option B2 as the correct answer. Okay, ഈ ഒരു particular question നമുക്ക് option B എന്നുള്ളതാണ് correct answer. Okay, option B എന്നുള്ളതാണ് നമുക്ക് correct answer. So ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇഫ് യു ഹാവ് എനി ദ ഹോൾ കോൺസെപ്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ക്ലിയർ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയട്ടോ. ഹോൾ കോൺസെപ്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ ക്ലിയർ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇറ്റ്സ് എൻ ഈസി ടോപ്പിക്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ഈസി ടോപ്പിക് എന്ന് പറയാൻ പറ്റില്ല. വൺസ് നിങ്ങൾക്ക് ഇത് മനസ്സിലായാൽ ഇറ്റ്സ് എൻ ഈസി ടോപ്പിക്. മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ കൊളംബസിന്റെ എഗ് എന്ന് പറഞ്ഞ പോലെ അതിപ്പോ എങ്ങനെ എഗ് തലകുത്തനെ വെക്കാൻ പറ്റാം, അതിപ്പോ എങ്ങനെ വെക്കാൻ പറ്റുക, അങ്ങനെ വെക്കാൻ പറ്റൂലല്ലോ, അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി ആണല്ലോ, ഇതേനിനെ ഇപ്പൊ ഇത്ര മസിൽ പിടിച്ചിരുന്നു അല്ലെ, ഇതായിരുന്നോ ഇത്ര സെറ്റപ്പ് ആക്കിയിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, നമ്മള് അറൌണ്ട് 1.5 hour ആയി. ബേസിക്കലി നമ്മള് വൈൻഡപ്പ് ചെയ്യാണ്. ഏകദേശം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വളരെ ചെറിയൊരു മിനി കോഴ്സ് ആണ്. കംപ്ലീറ്റ് ആസ്പെക്റ്റുകൾ നമ്മളെ ലിവ് ലൈൻ ഓൺലൈൻ കോഴ്സിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. യൂട്യൂബിൽ നമ്മളത് അവൈലബിൾ ആണ്. സംഭവം സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവൈലബിൾ ആണ്. ബട്ട് ഇവിടെ നമ്മൾ വളരെ കുറഞ്ഞ സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, സംഭവങ്ങളുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഏറ്റവും
ഏറ്റവും ലേറ്റസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളിതുണ്ട് കേട്ടോ. ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കാം. നമ്മൾ നാളെ ഇതുപോലെ അടുത്ത കുറച്ച് ടോപ്പിക്കുകൾ നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത കുറച്ച് ടോപ്പിക്കുകൾ നാളെ നമ്മൾ ഇതുപോലെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഐഫറിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു മിനി കോഴ്സ് ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഏരിയാസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതേസമയം ഈ 2 മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കാനാണെങ്കിൽ, ബേസിക്കലി ഇപ്പം ആരോ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. കോച്ചിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ. നമ്മളൊക്കെ വലിയ കുട്ടികളല്ലേ, ഇതൊക്കെ പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ബേസിക്കലി ഏറ്റവും ലേറ്റസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏകദേശം 24ഓളം ഷിഫ്റ്റ് ഉണ്ട്. ഈ 24ഓളം ഷിഫ്റ്റിൽ വരുന്ന 1200 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ സംഭവം നിങ്ങൾക്കും വായിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് യൂട്യൂബ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരുപാട് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടോ എന്നുള്ളത്. സമയം ഉണ്ടെങ്കിൽ പ്രശ്നമല്ല, സ്വന്തമായിട്ട് പഠിച്ചെടുക്കാം. 1200 ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. പക്ഷേ വി ആസ് എ ടീം, നമ്മൾ കുറച്ച് JRF ഹോൾഡേഴ്സിന്റെ ടീം ആയതുകൊണ്ട് കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് എക്സ്പ്ലനേഷൻസ്, അതുപോലെ കഴിഞ്ഞ 15 കൊല്ലത്തെ 3000-ലധികം ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ, ഇതുപോലെ കംപ്ലീറ്റ് കണ്ടന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ, സംഭവങ്ങൾ, കോഴ്സുകളൊക്കെ ലിവ് ലൈൻ എന്ന് പറഞ്ഞ നമ്മൾ മോഡിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കും. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ പറയാം. വി ഹാവ് എ സ്റ്റിൽ ടൈം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. മേ ബി നമുക്ക് ഒരുമിച്ച് ഒരു ടീമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഓക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള സംഭവം നമ്മളെ ഭാഗത്തുണ്ട്. ഇഫർ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഓക്കെ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ യൂട്യൂബിൽ നോർമലി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളെ വെബ്സൈറ്റ് eifer.in എന്നുള്ള വെബ്സൈറ്റോ, ഓക്കെ, ദീക്ഷ ക്ലാസ് റൂം എന്നുള്ള വെബ്സൈറ്റോ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഓക്കെ, ഐ വിൽ സെൻഡ് യു ദ ഞാൻ മൊബൈൽ നമ്പർ ഒന്ന് ദീക്ഷ ക്ലാസ് റൂം എന്നുള്ളതാണ്. ഓക്കെ, മൊബൈൽ നമ്പർ. ഓക്കെ, വി ഹാവ് ദ യൂട്യൂബ് ചാനൽ ദീക്ഷ ക്ലാസ് റൂം. ഓക്കെ, ദീക്ഷ ക്ലാസ് റൂം ഈസ് എ യൂട്യൂബ് ചാനൽ. ഓക്കെ, ദീക്ഷ ക്ലാസ് റൂം ആണ് നമ്മളെ യൂട്യൂബ്. ഫർദർ ഡീറ്റെയിൽസ് നാളെയും നിങ്ങൾ പങ്കെടുക്കാൻ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അറിയിക്കും കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അറിയിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ദീക്ഷ ക്ലാസ് റൂം ആണ് യൂട്യൂബ് ചാനൽ. www.eifer.in എന്നടിച്ചാൽ നമ്മളെ വെബ്സൈറ്റ് കിട്ടും. ദെൻ 7306721731 എന്ന് പറഞ്ഞാൽ നമ്മളെ ഓഫീസ് നമ്പർ കിട്ടും. മൈ പേഴ്സണൽ നമ്പർ ഈസ് 9847478690. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ എൻ്റെ പേര് അനീസ് പൂത്തിട്ടോ. ഓക്കെ, സോ പ്രിപ്പയർ ചെയ്യുക. ഇപ്രാവശ്യത്തോടു കൂടി ബേസിക്കലി നമുക്ക് JRF അടിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നിർത്തണം അല്ലെ. ഇപ്രാവശ്യത്തോടു കൂടി JRF അടിച്ചിട്ട് നമുക്ക് ഈ പരിപാടി നിർത്തണം. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇഫ് ബീങ് എ ടീമായിട്ട് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഡീറ്റെയിൽസ് ഗ്രൂപ്പിൽ അറിയിക്കാം. നാളെ ഈ ടോപ്പിക് അല്ല, നാളെ പുതിയ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ ലോജിക്കൽ ആവണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലെ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആവാം, അല്ലെങ്കിൽ എൻവയോൺമെന്റിലെ ഒരു ക്യോട്ടോ പ്രോട്ടോകോൾ ആവാം. ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച്, അതായത് പക്ക ഫാക്ച്വൽ അല്ലാത്ത കുറച്ച് സംഭവങ്ങളും നമ്മൾ സെയിം ടൈം ഓക്കെ നാളെ 9 o'clock തന്നെയാണ് നമ്മളെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളിലേക്ക് ചോദിക്കട്ടോ. ഞാൻ കുറെ ലേറ്റ് ആവേണ്ട നമ്മളെ ക്ലാസ്സിലേക്ക് വരാൻ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം പെട്ടെന്ന് പല ക്വസ്റ്റ്യൻസും ഞാൻ മിസ്സാക്കിയിട്ടുള്ളത്. ഒരു 5 to 10 minutes കൂടി ഞാൻ അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും സബ്ജക്റ്റുകൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പേപ്പർ 2ന്റെ ചില ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യാൻ. പേപ്പർ 2 നമുക്കിപ്പം ഒരു മിനി കോഴ്സ് എന്നുള്ളതിന്റെ ഒരു സാധ്യത എന്നുള്ളതല്ല, ബേസിക്കലി മിനി കോഴ്സ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളത് കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മളെ ഓൺലൈൻ കോഴ്സിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പേപ്പർ 1 കട്ട് ഓഫ് ഡിഫറെന്റ്, പേപ്പർ 1 ഒരു കട്ട് ഓഫ് ഇല്ല കേട്ടോ. ഓക്കെ, പേപ്പർ 1 ഒരു കട്ട് ഓഫ് ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ 1 പേപ്പർ 2 കമ്പൈൻ ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. പേപ്പർ 1 പേപ്പർ 2 കമ്പൈൻ ചെയ്തിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. ഈ കട്ട് ഓഫ് തന്നെ ഓക്കെ ഇറ്റ് വാരീസ് ഫ്രം
സബ്ജക്റ്റിനനുസരിച്ച് കട്ട് ഓഫ് മാറും. നിങ്ങളെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾ ജനറൽ ആണോ റിസർവേഷൻ ഉണ്ടോ എന്നുള്ളതിനനുസരിച്ചൊക്കെ മാറിക്കൊണ്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ത്യൻ ലോജിക് ഒക്കെ വളരെ വലിയ ടോപ്പിക്കാണ്. ഓക്കെ, ഇന്ത്യൻ ലോജിക് ബേസിക്കലി നമ്മളൊക്കെ പേഴ്സണലി ക്ലാസ് എടുക്കുന്നത് 3 to 4 hours എടുത്തിട്ട് റിവൈസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആസ്പെക്റ്റിലാണ് നമ്മൾ ഇന്ത്യൻ ലോജിക് ഒക്കെ ക്ലാസ് എടുക്കുന്നത്. നമുക്കൊരു മിനി കോഴ്സിൽ അത് നമുക്ക് കവർ ചെയ്യാൻ ഉള്ള ഒരു സമയമല്ല. വിൽ ബി തിങ്കിങ് സം അതർ ടൈം. നമ്മൾ ഓൺലൈൻ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എനി അതർ ഡൗട്ട്സ് ഓർ കൺസേൺസ്? വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ? വേറെ എന്തൊക്കെയാണ് ലോജിക്കൽ റീസണിങ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ലോജിക് ഉണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് ഉണ്ട്, മൂഡ് ആൻഡ് ഫിഗർ ഉണ്ട്. Then we have after mood and figure we have what we can say, we have connotations and denotations ഉണ്ട്. Okay, we have Venn diagram ഉണ്ട്, we have symbol and multi-diagrammatic relationships ഉണ്ട്. Okay, പേപ്പർ 2 സൈക്കോളജിയുമായി ബന്ധപ്പെട്ട യോഗ, സൂഫിസം, അത് നമ്മൾ ക്ലാസ് സൈക്കോളജിയുടെ ഭാഗമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. മെറ്റീരിയൽ സംഭവങ്ങൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. Okay, so then next maths ഒരു ലിമിറ്റഡ് ടൈമിലുള്ള ലിമിറ്റേഷൻ, ബട്ട് സ്റ്റിൽ we will be discussing some data interpretation and mathematical aspect നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ യൂട്യൂബ് വീഡിയോ ഹോപ്പ്ഫുള്ളി ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യാം. പേപ്പർ 2 സ്പെസിഫിക് ആയിട്ട് പറയാത്തത് ഒരുപാട് ടൈപ്പ് ഓഫ് പേപ്പർ 2 ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ JRF സൈക്കോളജിയിലാണ്, പിന്നെ നെറ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ടൂറിസം അലോങ് വിത്ത് കമ്പാരിറ്റീവ് സ്റ്റഡി ആണ്. ജോഗ്രഫി നമ്മളെ ഭാഗമായിട്ട് നമ്മളിപ്പോ ഈ സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, സോഷ്യൽ വർക്ക്, ഇംഗ്ലീഷ്, മലയാളം, അറബിക് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ജോഗ്രഫി അടുത്ത പ്രാവശ്യം തുടങ്ങാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. മിനി ടെസ്റ്റ് സീരീസ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മളത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് എൻവയോൺമെന്റൽ സയൻസ്, കമ്മ്യൂണിക്കേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി എക്സെട്ര ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനി മോർ ഡൗട്ട്സ്? ഹിസ്റ്ററി ഒക്കെ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം അല്ല കേട്ടോ. ഇപ്പം പേപ്പർ 1 സൈക്കോളജി, കൊമേഴ്സ്, എക്കണോമിക്സ്, സോഷ്യൽ വർക്ക്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയാണുള്ളത്. ഹൗ ക്യാൻ വി കമ്പൈൻ പ്രിപ്പയർ? നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സ് നമ്മൾ പെയ്ഡ് ആണ്. അതിന്റെ ഒരു ഓൺലൈൻ എക്സ്പെൻസുകൾ എന്നുള്ളൊരു ആസ്പെക്ട് ഉണ്ട്. അതേസമയം ബാക്കി മിനി കോഴ്സ് യൂട്യൂബ് പോലെയുള്ളതൊക്കെ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫ്രീ ആണ്. പ്രാക്ടീസ് പേപ്പർ 1ന്റെ തന്നെ നമ്മളെ ഇ ബുക്ക് ചിലപ്പോൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ഇ ബുക്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് വിത്ത് ആൻസർ കീസ് കേട്ടോ. അതായത് ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റുകളുടെ ഒക്കെ കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള പേപ്പർ 1 ഇംഗ്ലീഷ്, psychology, commerce, economics, political science by tomorrow, day after tomorrow, political science, then social work. ഇതിന്റെ ഒക്കെ കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. ഓക്കെ, വെബ്സൈറ്റ് അഡ്രസ് eifa.in ട്ടോ. eifa.in എന്നുള്ളതാണ് വെബ്സൈറ്റ് അഡ്രസ്. ഓക്കെ, യു ക്യാൻ സീ ഇൻ ദ ഞാൻ അവസാന സൈറ്റിന്റെ അന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ അതിപ്പം നമ്മൾ പറയാം. നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലെ? വെബ്സൈറ്റ് അഡ്രസ് നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ദാറ്റ്സ് എ ഫോൺ നമ്പർ. അതാണ് നമ്മളെ ഫോൺ നമ്പർ കേട്ടോ. ഓക്കെ, that's all. Okay. Phone numbers. That's it. Any more doubt? ആ സബ്ജക്റ്റിന്റെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ഇ ബുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന www.eifa.in വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുന്നു. അതിൽ ഇ ബുക്സ് എന്നുള്ള സെഷൻ ഉണ്ട്. ആ ഇ ബുക്ക് എന്നുള്ള സെഷനിൽ പോയത്. ഇ ബുക്ക് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഫ്രീ ആയിട്ട്. കൊമേഴ്സ് ഇ ബുക്ക് ഉണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. പേപ്പർ 1ന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഇ ബുക്ക് ഉണ്ട്. കൊമേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഇ ബുക്ക് ഉണ്ട്. എക്കണോമിക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഇ ബുക്സ് ഉണ്ട്. ഇംഗ്ലീഷിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ കോവിഡിന്റെ കാലത്ത് നടന്ന എക്കണോമിക്സിന്റെ ഉണ്ട്, ഇംഗ്ലീഷിൻ്റെത് ഉണ്ട്, സോഷ്യൽ വർക്കിൻ്റെത് ഉണ്ട്. പൊളിറ്റിക്കൽ സയൻസ് 1-2 ദിവസം കൊണ്ട് റെഡി ആവുന്നതായിരിക്കും.
ഓക്കെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ പ്രിപ്പറേഷൻ ആണ്, റിലീസ് ആയിട്ടില്ല. വി ആർ പ്രിപ്പയറിംഗ് ദാറ്റ്. ഓക്കെ, നമ്മളത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോം സയൻസ് ഒക്കെ അണ്ടർ പ്രിപ്പറേഷനേ ഉള്ളൂ, ഇ ബുക്കായിട്ട് ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ഫീയെ കുറിച്ചോ സ്ട്രക്ചറിനെ കുറിച്ചോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ കോവിഡ് കാലത്തുള്ള 2 monthsനായിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫസ്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് ഒന്ന് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ഹിസ്റ്ററി ഈ ബുക്കും ഉടനെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്സ് അണ്ടർ പ്രിപ്പറേഷൻ ആണ്. PPT ഓഫ് 3 days സെഷൻ ത്രൂ ഇമെയിലൂടെ അയക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാം വളരെ ലാർജ് നമ്പറിൽ നമുക്ക് PPT അയക്കാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഹോപ്പ്ഫുള്ളി വിൽ ബി ഷെയറിംഗ് ദി റെക്കോർഡിംഗ്സ് ഓഫ് ദിസ് വീഡിയോ. കോവിഡ് ടൈം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് എക്സാം ടൈം ആവുന്നത് വരെയാണോ എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഇറ്റ്. ഇഫ് ഇറ്റ്സ് ആഫ്റ്റർ 2 months, 2 months. ഇഫ് ഇറ്റ്സ് ആഫ്റ്റർ 3 months, മിനിമം 2 months എടുക്കും, 3 months. അതുവരെ അതായത് നമ്മളെ അതായത് നമ്മൾ ഈ May 1 പുതിയൊരു ലിബ് ലൈൻ കോഴ്സ് തുടങ്ങുന്നുണ്ട്. ഇന്ററാക്ഷനും കംപ്ലീറ്റ് കവർ ചെയ്യുന്നതും അത് അവസാന ദിവസം നമ്മൾ പറയും. അത് ആ ഒരു അടുത്തൊരു എക്സാം വരെ എന്നുള്ളതാണ്. ഓക്കെ, എക്സാം വരെ എന്നുള്ളതാണ്. വി ഹാവ് ഇറ്റ്. മാനേജ്മെന്റ് സോറി, ഞാൻ പറയാൻ മറന്നുപോയതാണ്. മാനേജ്മെന്റിന്റെ ഇ ബുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. മാനേജ്മെന്റിന്റെ ഇ ബുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. റെക്കോർഡിംഗ്സ് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യില്ല. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ അയക്കും. കാരണം യൂട്യൂബ് റെക്കോർഡിംഗ് ആയിരിക്കും, 1-2 GB ഉണ്ടായിരിക്കും. വാട്സപ്പിൽ നമുക്ക് IFR basically it's a Calicut based. Okay, Calicut based in Kerala. Psychology ebooks already available ആണ്. Education ebook preparation നടക്കുന്നേ ഉള്ളൂ. ഹിന്ദിയുടെ ഇബുക്ക് അണ്ടർ പ്രിപ്പറേഷൻ ആണ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 സെപ്പറേറ്റ് സ്കോർ ചെയ്യേണ്ട, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് സ്കോർ ചെയ്താൽ മതി. അറബിക് ഇബുക്ക് ആസ് ഓഫ് നൗ ഇല്ല കേട്ടോ, അറബിക്കിന്റെ ഇബുക്ക് ഇല്ല. സോ ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തീർക്കാൻ തോന്നുന്നു അല്ലെ. ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ടെന്ന് കരുതുന്നു. ജസ്റ്റ് ലാസ്റ്റ് 1 minute ഇഫ് യു ഹാവ്. എക്കണോമിക്സിന്റെ ഉണ്ട് കേട്ടോ, എക്കണോമിക്സിന്റെ സംഭവം ഉണ്ട്. PhD റിസർച്ചിനെ കുറിച്ചൊക്കെ നമ്മൾ കുറെ സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മൾ അതിനെ കുറിച്ച് സെഷൻസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഐഫറിന്റെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആഫ്റ്റർ ദി മിനി കോഴ്സും ആ ഗ്രൂപ്പിൽ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ആ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള നമ്മൾ PhD അതിന്റെ സിഗ്നിഫിക്കൻസ്, നമ്മൾ ഇനി PhDക്ക് മാത്രം സെഷൻസ്, അതായത് ഇപ്പോൾ PhD എൻട്രൻസ്, അതുപോലെ സിനോപ്സിസ് പ്രിപ്പറേഷൻ, അതുപോലെയുള്ള അലേർട്ടിനൊക്കെ നമ്മൾ സംഭവങ്ങൾ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഇഫറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന 7306721731 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഹി വിൽ ബി ആഡിങ് ടു. Okay, so that's it. We'll be winding up for the day. ഇന്നത്തേക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. We'll be continuing our discussion tomorrow at 9 o'clock. Okay, that's it. Thank you.